Good afternoon to all. Good afternoon. Good afternoon, ma'am. Okay, good afternoon. Yeah, എല്ലാവരും join ആവുന്നേ ഉള്ളൂല്ലോ. Okay. Yeah, good afternoon. Okay, അപ്പോൾ എല്ലാവരും lunch ഒക്കെ കഴിച്ചോ? Ma'am. Yes. Lunch കഴിച്ചു. ക്ലാസ്സിൽ Okay, കഴിച്ചു. Okay, അപ്പോൾ ഹരിത ഇന്ന് കറക്റ്റ് ടൈമിലുണ്ടല്ലോ. ഓക്കെ, ഹരിത ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇടക്ക് വന്ന് ഡൗട്ട് ചോദിക്കരുത്. ഓക്കെ. Yes, ma'am. Okay. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, അത് ടീച്ചർ ടൈം ഇല്ലാണ്ട് പെട്ടെന്ന് എടുത്തിട്ട് പോയതാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പോർഷനിലേക്ക് പോയാൽ മതി. അങ്ങനെയാണ് ചെയ്യുന്നേ. ഓക്കെ, നമ്മൾ ഈ പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. ഇന്ന് സെക്കൻഡ് അവർ മിൽറോസ് മിസ്സിന്റെ ക്ലാസ് ആണല്ലോ അല്ലെ. സോ മിൽറോസ് മിസ്സിന്റെ ലീവ് ആണ്. സോ ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. അതുകൊണ്ട് ഒരു കുറച്ചധികം സമയം എന്നെ സഹിക്കേണ്ടി വരും. ഓക്കെ, സോ അതിനോട് ക്ഷമയോടെ ക്ലാസ് കണ്ടിരിക്കാം കേട്ടോ. അതിനിടയിൽ കുറച്ച് സമയം തരാം, ഇന്റർവെല് തരാം. അത് ഇന്റർവെല് വേണമല്ലോ അല്ലെ, ഒരു ഗ്യാപ്പ് തരാം കേട്ടോ. അതുകൊണ്ട് സഹിക്കുക. കുറച്ചധികം സമയം ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ബോറടിക്കുന്നുണ്ടെങ്കിൽ ബോറടിക്കുന്നു എന്ന് പറയണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോ തന്നെ ബോറടിക്കുന്നു പറയരുത്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. ഇവിടെ വരെ എടുത്തുള്ളൂ അല്ലെ. ഏതൊക്കെ ഒരു സോൺ ഉണ്ടല്ലേ, 4 സോൺസ് ഉണ്ട്. അപ്പോ എവിടെയാണ് നമ്മൾ എടുത്തു നോക്കുന്ന ചാപ്റ്റർ ചെയ്ത ഓപ്പറേഷൻ തിയേറ്റർ മൊഡ്യൂൾ 1 ചാപ്റ്റർ 12. ഓക്കെ, അപ്പോ ഈ 4 സോണിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണെന്നാണ് കേട്ടോ. ഓക്കെ, ഇത് ഇവിടെ പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറിലൈൻ, എസ്തെറ്റിക് സോൺ, ഡിസ്പോസൽ സോൺ. ഓക്കെ, അപ്പൊ പ്രൊട്ടക്റ്റീവ് വരുന്ന ഏതൊക്കെയാണ്? റിസപ്ഷൻ ഏരിയ, വെയിറ്റിംഗ് ഏരിയ, then changing room, pre anesthesia, anesthesiaക്ക് മുൻപായിട്ടുള്ള ഒരു റൂമാണ് അല്ലെ, pre anesthesia. Stores and records സ്റ്റോർ ചെയ്യുന്ന ഒരു റൂമാണ്. ഓട്ടോക്ലേവ്, TSSU. ഓക്കെ, എന്താണ് TSSU എന്ന് പറയുന്നത്? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. എഴുതി വെച്ചോളൂ കേട്ടോ. ഫുൾ ഫോം വേണമെങ്കിൽ എഴുതി വെക്കാം. ടൈപ്പ് ചെയ്യണോ? മ്യൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വേണ്ട, അല്ലെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്, അതാണ് എന്ത്? TSSU. ഓക്കെ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റെറൈൽ യൂണിറ്റ് ഉണ്ട് അല്ലെ. നമ്മുടെ ഡ്രസ് ആണെങ്കിലും അല്ലെ, ഹോസ്പിറ്റൽസിലെ കവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ, നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും ക്ലീൻ ചെയ്യുന്ന സ്റ്റെറൈൽ ചെയ്യുന്ന ഒരു റൂം ഉണ്ട്. ഓക്കെ, അതാണ് എന്ത്? ഈ പറയുന്ന TSSU എന്ന് പറയുന്നത്. ഈ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മെഷീൻ ആണ്. അത് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് കേട്ടോ ഈ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രോളി ബേ എന്താണ്? നമ്മുടെ മെഡിസിൻസ് ആണെങ്കിലും അല്ലാതെ ഓപ്പറേഷൻസിന് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു ട്രോളിയാണ്. ഓക്കെ, അതിനാണ് ട്രോളി ബേ എന്ന് പറയുന്നത് കേട്ടോ. ഇനി കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഏരിയയും ഈ പറയുന്ന പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ക്ലീൻ സോൺ ഏതൊക്കെയാണ്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം, കാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, aesthetics zone, store room, X-ray unit, drug room or auto processor. അത് X-ray unit ആണ് കേട്ടോ. അതൊക്കെ എന്താണ്? ക്ലീൻ ആയിരിക്കേണ്ട സോൺസ് ആണ് അല്ലെ. ഓപ്പറേറ്റിംഗ് റൂം
അല്ലെ ഓപ്പറേഷൻ മുൻപുള്ള ആ ഒരു ഓപ്പറേറ്റീവ് റൂം, പിന്നെ റിക്കവറി ആവുന്ന അല്ലെ റിക്കവറി ചെയ്യുന്ന ആ ഒരു റൂമിൽ നമ്മൾ കുറച്ച് റിക്കവറി പേഷ്യൻസ് റിക്കവർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആ ഒരു റൂം ഉണ്ടല്ലോ. സോ അതും പിന്നെ ഏതാണ് ക്ലാസ് റൂം, സ്റ്റാഫ് റൂം, ഈസ്റ്റ് സ്റ്റോർ, എക്സ്റേ യൂണിറ്റ്, ഇതൊക്കെ എന്താണ് ക്ലീൻ ആയിരിക്കണം, അതൊക്കെ ക്ലീൻ സോൺ ആണ്. അത് സ്റ്റൈൽ അല്ലെങ്കിൽ അസെപ്റ്റിക് റൂം, ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രബ് റൂം. സ്ക്രബ് റൂം എന്താ നമ്മുടെ കൈകൾ എല്ലാവരും വാഷ് ചെയ്യുന്ന ഒരു റൂമാണ്. അനസ്തീഷ്യ ഇൻഡക്ഷൻ റൂം, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഓക്കെ, ഇതെല്ലാം എന്താണ് സ്റ്റെറൈൽ റൂമിൽ അല്ലെങ്കിൽ സ്റ്റെറൈൽ സോണിൽ വരുന്നതാണ് കേട്ടോ. ഡിസ്പോസൽ സോൺ, ഡർട്ടി വാഷർ റൂം, ഡിസ്പോസബിൾ കോറിഡോർ, ജാനിറ്റർ ക്ലോസറ്റ്. ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വാഷ് ചെയ്യുന്ന അല്ലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന എക്യുപ്മെന്റ്സ് അല്ലെ ക്ലീൻ ചെയ്യുന്ന എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം സൂക്ഷിക്കുന്ന ഒരു പ്ലേസിനെയാണ് എന്ത് ക്ലോസറ്റ് ഈ പറയുന്നത് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇറ്റ്സ് ക്ലിയർ ദ ടേബിൾ. എഴുതിയെടുക്കണമെന്ന് വെച്ചാൽ ഏതാണ് എഴുതിയെടുക്കേണ്ടത്? ടേബിൾ ആണോ? ഞാൻ പറഞ്ഞ ആ ഫുൾ ഫോം എഴുതിയെടുക്കും കേട്ടോ. TSSU എന്താണ് ഫുൾ ഫോം എഴുതിയെടുക്കാം. ബാക്കി ഒന്നും എഴുതേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും സപ്പോസ് എന്തെങ്കിലും ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ജാനിറ്റർ ക്ലോസറ്റ് എന്താണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. പിക്ചർ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ഉണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളും എല്ലാ മെഷീൻസ് ആണെങ്കിലും എന്തുവാണെങ്കിലും ഇതെല്ലാം അവിടെ ആ ഡിസ്പോസൽ ഏരിയയിലാണ്. അപ്പൊ ആ പറയുന്ന ഒരു പോർഷൻ ആണ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആണ് എന്ത് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ടേബിൾ ക്ലിയർ ആയോ? അപ്പൊ ഏതൊക്കെ സോണില് ഏതൊക്കെ ഏരിയാസ് ആണ് വരുന്നതെന്ന് മാത്രം പഠിക്കുക കേട്ടോ. അതായത് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന ഏതൊക്കെയാണ്, ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. വിച്ച് വൺ ഈസ് അണ്ടർ പ്രൊട്ടക്റ്റീവ് ഏരിയ ഇത് ചോദിക്കാൻ. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന ഏതാണ്, താഴെ തന്നിരിക്കുക ഏതാണ് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത്. എന്നിട്ട് 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. ആ 4 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഏത് ഏരിയ ആണ് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എങ്കിൽ എന്താണ് നിങ്ങൾ പ്രൊട്ടക്റ്റീവ് ഏരിയയിൽ വരുന്ന ഏരിയാസ് എല്ലാവരും എന്താ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 4 സോണിൽ വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അല്ലാതെ ഇപ്പൊ TSSU എന്താണ് എന്നൊരു ചോദ്യം വരാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഏതൊക്കെ ഏരിയാസ് ആണ് ഏതൊക്കെ സോണിൽ താഴെ വരുന്നത് അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കും. ഓക്കെ, so moving on the next portion, usual areas of deficiency. ജാനിറ്റർ മീനിങ് ഹരിത ജാനിറ്റർ പക്ക മീനിങ് ചോദിക്കും. ഞാൻ പറഞ്ഞു ചില മെഡിക്കൽ നെയിമിന് പക്ക മലയാളം നമുക്ക് കിട്ടുന്നത് അത്രയും ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് എ മെഡിക്കൽ നെയിം. ഓക്കെ, അതൊരു മെഡിക്കൽ ടേം ആണ്. സോ അത് എന്താണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റ്സും സൂക്ഷിക്കുന്ന കീപ്പ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഈ പറയുന്ന ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ മലയാളം ചോദിക്കാന്ന് പറയുന്ന ചാൻസിന്റെ മലയാളത്തിൽ കിട്ടില്ല കേട്ടോ. അത് മെഡിക്കൽ ടേം ആണ്. ഓക്കെ, then usual areas of deficiency in OTC. അതായത് സാധാരണ മേഖല ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ കുറവുള്ള സാധാരണ മേഖലകൾ ഏതാണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ കുറവുള്ള സാധാരണ മേഖല ഏതാണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ ഇല്ലാത്ത മേഖലകൾ എന്ന് വേണ്ടി പറയാം. ഓക്കെ, ഏതൊക്കെയാണ്? നോ റിസപ്ഷൻ ഏരിയ. അവിടെ റിസപ്ഷൻ ഏരിയ ഇല്ല അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ റിസപ്ഷൻ ഏരിയ ഉണ്ടോ? ഇല്ല. Then no separate rooms for surgeon, anesthesiologist, junior doctor, OT attendants. ഇവർക്ക് ഒരു സെപ്പറേറ്റ് റൂംസ് ഒന്നും ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഇല്ല. Then not enough number of change rooms for different class of people. അല്ലെ, പലതരത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ടോ അങ്ങനത്തെ റൂംസോ ഒന്നും എന്താണ് ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഇല്ല. ഓക്കെ, ഇപ്പൊ ഏത് ആൾക്കോ പേഷ്യൻസിനാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാഫ്സിനാണെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാർ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾസ് അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള നമ്പേഴ്സ് റൂംസ് ചേഞ്ചിങ് റൂംസ് ഒന്നും അവൈലബിൾ അല്ല, അവിടെ ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. എവിടെയാണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ. കാരണം അങ്ങനത്തെ റൂംസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. Then inappropriate size and types of doors. അതായത് പലതരത്തിലുള്ള സൈസിലും ടൈപ്സിലുള്ള ഡോർസ് ഒന്നും അവിടെ ഇല്ല. ഓക്കെ, then lack of laminar flow and mandatory air exchange systems in OT. അതായത്
ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ്സ് കറക്റ്റ്ലി ഓർഡർലി ഫ്ലോ ചെയ്യാനുള്ള ഒരു സിസ്റ്റം അല്ലെ, ഫ്ലോ ചെയ്യാനുള്ള സിസ്റ്റം കുറവാണ്, ലാക്ക് ഓഫ് കുറവാണ്. അത് മാത്രമല്ല എന്താണ് വേണ്ടി മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം, അതുപോലെ തന്നെ എയർ പാസ് ചെയ്യാനുള്ള എയർ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സിസ്റ്റംസും അവിടെ കുറവാണ് എന്നാണ് പറയുന്നത്. എവിടെയാണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ കുറവാണ്. ലാക്ക് ഓഫ് ലാമിനാറി ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ചിങ് സിസ്റ്റം. അതായത് ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോൾ ആ ഫ്ലൂയിഡ്സ് കറക്റ്റ്ലി ഫ്ലോ ചെയ്ത് പോകാനുള്ള സിസ്റ്റവും അതുപോലെ തന്നെ എയർ അല്ലെ വായു ഇതൊക്കെ ഒരു എക്സ്ചേഞ്ച് ചെയ്യാൻ ആ ഒരു ഫ്ലോയിൽ പുറത്തോട്ട് കിടക്കാനുള്ള സിസ്റ്റവും ഒന്ന് അവിടെ കുറവാണ് എന്നാണ് പറയുന്നത്. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് OT പ്രോട്ടോകോൾ, അതായത് ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഇല്ല. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രോട്ടോകോൾസ് അത്ര സ്റ്റാൻഡേർഡ് അല്ല, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ലാക്ക് എന്ന് പറയുന്നത് അഭാവം, കുറവുകൾ, അഭാവം എന്നൊരു മീനിങ് ആണ് കേട്ടോ. ദെൻ നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് CSST, നോ സെപ്പറേറ്റ്, അത് പ്രത്യേക തരം എന്താണ് ഈ പറയുന്ന ഒരു സ്റ്റെറൈൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെറൈൽ എന്താണ് അണുവിമുക്തമാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. സെൻട്രൽ സ്റ്റെറൈൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല എന്നാണ് പറയുന്നത്, സെപ്പറേറ്റ് ആയിട്ടില്ല. വെയിറ്റിംഗ് ഏരിയ, റിക്കവറി ഏരിയ അല്ലെ, നോട്ട് വെൽ എക്യുപ്ഡ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റി, വെയിറ്റിംഗ് ഏരിയ ഇല്ല, അതുപോലെ തന്നെ പറയുന്ന നന്നായുള്ള ഒരു സജ്ജീകരണം ഇല്ല. നോട്ട് വെൽ എക്യുപ്ഡ്, എക്യുപ്ഡ് മീൻസ് സജ്ജീകരണം എന്നാണ് കേട്ടോ. എക്യുപ്ഡ് മീനിങ് സജ്ജീകരണം എന്നാണ് കേട്ടോ. അപ്പൊ നന്നായിട്ടുള്ള സജ്ജീകരണങ്ങളില്ല. ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റി, അടിസ്ഥാനപരമായ സൗകര്യങ്ങളുടെ കുറവുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ സാധാരണ മേഖലയിൽ കുറവുള്ള മേഖലകളാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? റിസപ്ഷൻ ഏരിയ, സെപ്പറേറ്റ് റൂംസ് ഇല്ല. ആർക്കൊക്കെയാണ്? സർജൻസിനും അനസ്തേഷ്യോളജിസ്റ്റിനും ജൂനിയർ ഡോക്ടേഴ്സിനും OT അറ്റൻഡേഴ്സിനുമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് റൂംസ് ഒന്നുമില്ല. അതുപോലെ തന്നെ എക്സ്ചേഞ്ചിങ് റൂം അല്ലെ, ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾസിന് എക്സ്ചേഞ്ചിങ് റൂംസ് ഒന്നുമില്ല. ഇനഫ് നമ്പർ, ഒരുപാട് നമ്പേഴ്സ്, മതിയാവോള നമ്പേഴ്സ് ഒന്നുമില്ല എന്നാ പറയുന്നത്. ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് അല്ലെ, ഡോറിന്റെ സൈസ് വലുപ്പത്തിലെ സൈസിൽ വ്യത്യാസമുള്ള ഡോർസ് ഒന്നും അവൈലബിൾ അല്ല, ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഇൻഅപ്രോപ്രിയേറ്റ് മീനിങ് അനുചിതമായ, ഓക്കെ, അനുചിതമായ സൈസിലും ടൈപ്പിലുമുള്ള ഡോർസ് ഒന്നും ഇല്ല. ഓക്കെ, ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച്, ഈ പറയുന്ന പോലെ ഫ്ലൂയിഡ്സ് ഓപ്പറേഷനിൽ നിന്നുണ്ടാവും ഒരുപാട് ഫ്ലൂയിഡ്സ് അല്ലെ, ദ്രാവകമുള്ള സാധനം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഫ്ലോയിൽ ഓർഡർലി ഫ്ലോയിൽ പോകാനുള്ള സിസ്റ്റവും അതുപോലെ എയർ എക്സ്ചേഞ്ച് ആവാനുള്ള സിസ്റ്റവും ഒന്നും അവിടെ കുറവാണ്, അഭാവമാണ്. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് OT പ്രോട്ടോകോൾ, സ്റ്റാൻഡേർഡ് ആയ OT പ്രോട്ടോകോളിന് അഭാവമുണ്ട്. നോ സെപ്പറേറ്റ് സ്റ്റെറൈൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്, പറയുന്ന CSSTയുടെ സെപ്പറേറ്റ് അല്ലെ, സെപ്പറേറ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. റിക്കവറി ഏരിയ, വെയിറ്റിംഗ് ഏരിയയുടെ അഭാവമാണ്, അത് നന്നായിട്ട് സജ്ജീകരിച്ചിട്ടില്ല. ആൻഡ് ലാക്ക് ഓഫ് ഫെസിലിറ്റി, അത്രയും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ അവിടെ കുറവാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഈ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണോ? Yeah. Okay. Then types of operation theatre. നമുക്ക് ഇവിടെ 3 types of operation theatres ഉണ്ട്. Sterile mean അണുവിമുക്തം. Okay, അണുക്കൾ നശിപ്പിക്കുന്നതാണ് sterile. Okay. അപ്പൊ 3 types of operation theatres ഉണ്ട്. ഏതൊക്കെയാണ്? First one is modular OT or operation theatre, integrated OT, hybrid OT. ഇങ്ങനെയാണ് 3 types of operation theatres. Okay, and the first one is modular OT. Prefabricated modular OT is a finished steel structure with a jointless sterile coating that provides a high quality finish. These OTs provide the benefit of, അതായത് മോഡുലാർ OT എന്ന് പറയുന്നത് നമ്മുടെ അത് ചെയ്തിരിക്കുന്നത് ആ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ സ്ട്രക്ചർ വെച്ചാണ്. ഓക്കെ, ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ വിത്ത് ജോയിന്റ്ലെസ് സ്റ്റെറൈൽ കോട്ടിംഗ്. സ്റ്റെറൈൽ കോട്ടിംഗ് സ്റ്റീൽ സ്ട്രക്ചർ, സ്റ്റീൽ ആ ഒരു സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ് ഈ പറയുന്ന റൂം നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ആ എന്തുകൊണ്ടാണ് അങ്ങനെ സജ്ജീകരിക്കാൻ കാരണം അല്ലെ, എന്ത് ഫാബ്രിക്കേറ്റഡ് ആണ്? Prefabricated modular OT is a finished steel structures with a jointless sterile coating. Jointless means joint അധികം ചെയ്യാത്ത തരത്തിലുള്ള ഒരു ഫിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ് ഈ പറയുന്ന റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും എന്ത് കോട്ടിംഗ് ആണ്? സ്റ്റെറൈൽ കോട്ടിങ്ങോട് ഉൾപ്പെടെയുള്ള ഒരു
ഒരു ജോയിന്റ്ലെസ് ജോയിന്റ്ലെസ് സ്ട്രക്ചേഴ്സ്, സ്റ്റീൽ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ഒരു സജ്ജീകരണമാണ് ഈ പറയുന്ന മോഡുലാർ ഓട്ടിയിൽ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അങ്ങനെ സജ്ജീകരിക്കാൻ കാരണം എന്താണ്, അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. റാപ്പിഡ് കൺസ്ട്രക്ഷൻ, പെട്ടെന്ന് നമുക്ക് അത് പണിയാൻ പറ്റും, കാരണം ജോയിന്റ്ലെസ് ആണ്, നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്, മലിനീകരണങ്ങൾ പെട്ടെന്ന് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്, പ്രിവെൻഷൻ ആണ്, തടസ്സമാണ് അല്ലെ. അപ്പൊ പെട്ടെന്ന് അങ്ങനെ പറയുന്ന മലിനീകരണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, ദെൻ ലോങ് ഡ്യൂറബിലിറ്റി, അത്യാവശ്യം ലോങ് ലാസ്റ്റിക് ആണ്, ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നശിച്ചു പോകില്ല. ഓക്കെ, അപ്പോ ലോങ് ഡ്യൂറബിലിറ്റി ആണ്. Then strong and flexible for future expansion, നമുക്ക് അത് അത്യാവശ്യം സ്ട്രോങ് ആണ്, ഫ്ലെക്സിബിളും ആണ്. ഭാവിയിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി നീട്ടി എടുക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ആ റൂം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമാണ്, ഫ്ലെക്സിബിൾ ആണ്. കാരണം എന്താണ്, അത് ജോയിന്റ്ലെസ് ആണ്, നമ്മൾ ജോയിന്റ് ചെയ്യാതെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂം ആയതുകൊണ്ട് അല്ലെ. ഈസ് ഫോർ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്, ഈസിയാണ്, മെയിൻ്റെനൻസ് ഈസിയാണ്. ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്, അതായത് ഇപ്പോ ഇൻസ്റ്റാളേഷനും എക്യുപ്മെന്റിന്റെ സപ്പോർട്ടും ഉണ്ടാകും. പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും അതിന്റെ എക്യുപ്മെന്റ് സപ്പോർട്ട്സും അതിൽ പെട്ടെന്ന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഉണ്ടാകും എന്നാണ് പറയുന്നത്. Then provision of opening needed for the installation without affecting hardness of structures, അതായത് ഈ പറയുന്ന ചെയ്തിരിക്കുന്ന റൂമിന്റെ ആ ഒരു ബലത്തെ, ആ ഒരു സ്ട്രോങ്നെസ്സിനെ ബാധിക്കാതെ തന്നെ, ആ ഇൻസ്റ്റാളേഷനെ ബാധിക്കാതെ തന്നെ നമുക്ക് എന്താണ് ആ ഒരു നമ്മുടെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താവുന്നതാണ്. തുറക്കൽ, ഇപ്പൊ പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് എഫക്റ്റിംഗ് ഹാർഡ്നസ്, നമുക്ക് എന്തെങ്കിലും അതിൽ ആ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഇൻസ്റ്റാളേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് വേറെ രീതിയിൽ ആ ഒരു ഘടന മാറ്റണം എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എഫക്റ്റിംഗ് ഹാർഡ്നസ്, ഒട്ടും തരത്തിലുള്ള ഹാർഡ്നസ് ആ സ്ട്രക്ചറിന് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോഡുലാർ ഓട്ടിയില് ഇത്രയും നല്ല രീതിയിൽ ആ റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ, ഹൈ ക്വാളിറ്റി ഫിനിഷ്, കാരണം ഇതൊക്കെ തന്നെയാണ് പെട്ടെന്ന് അതിൽ അണുബാധയൊന്നും വരില്ല, പെട്ടെന്ന് നമുക്ക് റൂമിൽ മാറ്റങ്ങൾ വരുത്താനും അതിൽ പറയുന്ന എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനും ഇതൊക്കെ പറ്റും. അതിന്റെ ഫ്യൂച്ചറിൽ അല്ലെ എക്സ്പാൻഷൻ ചെയ്യാനൊക്കെ പറ്റും, അതുപോലെ മെയിൻ്റെനൻസ് എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ലോങ് ഡ്യൂറബിലിറ്റി ഒരു ഈട് കിട്ടുന്നുണ്ട്, ഒരുപാട് നാൾ ഈട് കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, ഇൻസ്റ്റാളേഷൻ മെയിൻലി നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം. പിന്നെ എന്താണ് പറയുന്ന മലിനീകരണം കുറവാണ്, കാരണം എന്താണ്, അത് സ്റ്റെറൈൽ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന കണ്ടാമിനേഷൻ ബിൽഡപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഇത്രയും യൂസേജസ് ആണ്, ഇത്രയും ബെനിഫിറ്റ്സ് ആണ് ഈ പറയുന്ന മോഡുലാർ ഓട്ടിയില് ഉള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് ആ സ്ട്രക്ചേഴ്സ് അല്ലെ, ആ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വെച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കൊണ്ട്. ഓക്കെ, ക്ലിയർ. ആൻഡ് ദി സെക്കൻഡ് മോഡൽ ഈസ് ഇന്റഗ്രേറ്റഡ് ഓട്ടി. Integrated OT is functionally linking the OT environment. This consists of patient information, audio, video, surgical lights, room lights, AC and medical equipment. Okay, അതായത് ഈ കൂടുതലും പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിന്റെ പരിസ്ഥിതിയുമായി ലിങ്ക് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ ലിങ്ക് ചെയ്യപ്പെടുന്ന ഒരു റൂം കൂടിയാണ് ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് OT എന്ന് പറയുന്നത്. അതിൽ കൺസിസ്റ്റ് ചെയ്ത് അതിൽ എൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ്, ഓഡിയോ, വീഡിയോ, പറയുന്ന സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, ഇതൊക്കെയാണ് പറയുന്ന ഈ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ളത്. ഓക്കെ, ഇതൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു റൂമാണ്, അല്ലെങ്കിൽ പറയുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്, ഇതൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഈ ഇന്റഗ്രേറ്റഡ് OT എന്ന് പറയാം. ഓക്കെ, ആൻഡ് ദി സെക്കൻഡ് വൺ, third one is a hybrid OT. A surgical theater that is equipped with a modern medical imaging device like a CR, CT scanner, MRI scanners. This allows slightly invasive surgery. Okay, അതായത് ഈ പറയുന്ന എല്ലാ ഉപകരണങ്ങളും അല്ലെ, എല്ലാ മെഷീൻസും ഇപ്പൊ എന്താണ് സർജിക്കൽ തിയേറ്റർ that is equipped സജ്ജീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഹൈബ്രിഡ് OT സജ്ജീകരിച്ചിരിക്കുന്നത് വിത്ത് മോഡേൺ മെഡിക്കൽ ഡിവൈസസ് ആണ്. ഇതൊക്കെയാണ്
പറയുന്ന ഡിവൈസസ് ഉള്ള ഒരു റൂം ആണ് ഇത് ഹൈബ്രിഡ് OT എന്ന് പറയുന്നത്. ഏതൊക്കെ ഡിവൈസസ് ആണ്? CR, CT സ്കാനർ, then MRI സ്കാനർ, പിന്നെ ഏതാണ്? MRI സ്കാനർ. അപ്പൊ ഇത്രയും മെഷീൻസ് ഇമേജിംഗ് ഡിവൈസസ് ആണ്. നമുക്ക് CT സ്കാനൊക്കെ എന്താണെന്ന് അറിയാലോ അല്ലെ? സ്കാൻ ചെയ്യും, നമുക്ക് ഇമേജിലൂടെ നമുക്ക് റിപ്പോർട്ട്സ് കിട്ടുന്നതാണ് CT സ്കാനേഴ്സ്. ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. MRI സ്കാനർ എന്താണെന്ന് പറയും, CT സ്കാനർ പറയാം, സിയാംസ് എന്താണെന്ന് പറയും അല്ലെ? സോ ഈ പറയുന്ന എല്ലാ മെഷീൻസും, ഈ പറയുന്ന എല്ലാ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസും കീപ്പ് ചെയ്യുന്ന ഈ പറയുന്ന എല്ലാ ഡിവൈസസും ഉള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഈ ഹൈബ്രിഡ് OT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം മോഡൽ OT ആണ്. കുറച്ചുകൂടെ എന്താണ് പറയുന്ന പ്രൊഡക്റ്റീവ് ആണ്, കുറച്ചുകൂടെ എന്താണ് ഹൈലി ക്വാളിറ്റി ഫിനിഷ് ചെയ്ത ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ മോഡൽ OT ആണെന്ന് പറയും. അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഇസ് ഇന്റഗ്രേറ്റഡ് OT. ഇതിലുള്ളത് ഇത് സൂക്ഷിക്കുന്ന എന്തൊക്കെയാണ്? ഈ പറയുന്ന ആ റൂമിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിലുള്ളത് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസും ഓഡിയോസ്, വീഡിയോസ്, സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ് എന്തൊക്കെയാണ്, AC ഇതൊക്കെയാണ്. ആൻഡ് പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്. ഹൈബ്രിഡ് OT പറയുന്നത് അവിടെ ഉള്ളത് ഏതൊക്കെ ഡിവൈസ് ആണല്ലേ? എന്തൊക്കെ ഡിവൈസ് ആണ്? മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ് ആണ്, ലൈക്ക് CR, CT സ്കാനർ, MRI സ്കാനേഴ്സ്, ലൈക്ക് ദാറ്റ്. ഓക്കെ, അതായത് ദിസ് അലൗസ് സ്ലൈറ്റ്ലി ഇൻവേസീവ് സർജറി. പറയുന്ന ഈ ഹൈബ്രിഡ് OT ചെറിയ രീതിയിലൊരു സർജറി നടത്തുന്ന റൂം കൂടിയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. സോ ക്ലിയർ ആണോ? പഠിക്കേണ്ടത് ഇതിൽ പഠിക്കേണ്ടത് ഓരോ ഓപ്പറേഷൻ തിയേറ്ററിലും എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് പഠിക്കണം കേട്ടോ. ഇപ്പോ ഹൈബ്രിഡ് OT എന്താണ്, ഹൈബ്രിഡ് OT വരുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഉണ്ടാവും. എന്തൊക്കെയാണ്? ഇപ്പൊ ഓഡിയോ, വീഡിയോ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. ഇന്റഗ്രേറ്റഡ് OT വരുന്നത്. അപ്പൊ ഹൈബ്രിഡ് OT വരുന്നത് എന്തൊക്കെയാണ്? ഇമേജിംഗ് ഡിവൈസസ് ആണ്, മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ്, ലൈക്ക് ദാറ്റ്. ലൈക്ക് ഏതൊക്കെയാണ്? CR, then CT സ്കാനർ, then MRI സ്കാനർ. ഇതാണ് എന്താ ഈ പറയുന്ന ഹൈബ്രിഡ് OT വരുന്നത്. ഓക്കെ, CR എന്ന് പറയുന്ന ഒരു മെഷീൻ ആണ് കേട്ടോ. CT സ്കാനർ മെഷീൻ ആണ്, പറയുന്ന MRI സ്കാനർ ഒരു മെഷീൻ ആണ്. ഓക്കെ, പോർട്ടർ. ഇതെല്ലാം ഇമേജിംഗ് ഡിവൈസ് ആണ്, ഇതെല്ലാം ഇമേജിംഗ് മെഷീൻസ് ആണ് കേട്ടോ. പറയുന്ന എല്ലാവരും CR, CT സ്കാനർ ആൻഡ് MRI സ്കാനർ എല്ലാം ഇമേജിംഗ് ഡിവൈസ് ആണ്. അപ്പൊ ഇമേജിംഗ് ഡിവൈസ് ഉള്ളത് എവിടെയാണ്? ഹൈബ്രിഡ് OT-യിലാണ്, ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഓക്കെ, ക്ലിയർ? Yeah. Then the next one is preventive measures against hazards in operation theatres. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചുള്ള ഹസാർഡ്സ് മീൻസ് എന്താണ്? ഹസാർഡ്സ് എന്ന് പറയുന്നത് കാരണങ്ങൾ. ഇപ്പോ എന്തെങ്കിലും മെഷേഴ്സ് പ്രിവെൻഷൻ ഒരുപാട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ അഗെയിൻസ്റ്റ് എടുക്കുന്ന just wait a second. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന അപകടങ്ങൾക്കെതിരായിട്ടുള്ള മെഷേഴ്സ് ആണ് കേട്ടോ. എന്തൊക്കെ പ്രിവെൻഷൻ മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ഈ പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഹസാർഡ്സ് മീൻസ് അപകടങ്ങൾ എന്നാണ് കേട്ടോ. പ്രശ്നങ്ങളാകാം, അപകടങ്ങളാകും, എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ തടയാനുള്ള മെഷേഴ്സ് ആണ് ഈ പറയുന്നത് കേട്ടോ, താഴെ പറയുന്നവ. അതിൽ ഫസ്റ്റ് വൺ ഈസ് put on shoes prepared for nurses with non-slip soles. അതായത് നഴ്സസ് വേണ്ട, നഴ്സിന് റിസ്ക് ആണ്, അപകടങ്ങളാണെന്നൊക്കെ പറയാം കേട്ടോ. സോ നഴ്സസിന്റെ ഷൂസ് അല്ലെ, അവർക്ക് വേണ്ടുള്ള ഷൂസ് ധരിക്കുക. put on shoes prepared for nurses, നഴ്സസിന് വേണ്ടിയുള്ള ഷൂസ് ധരിക്കുക. അത് നോൺ സ്ലിപ്പ് ആയിട്ടുള്ളത് പ്രത്യേകം, ഓക്കെ, തെന്നി പോവാതിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഷൂസ് ആണ്, അത് ധരിക്കുക. put on means wear. Okay, handle sharp objects with the utmost care, proper ways to dispose of them. അതായത് ഷാർപ്പ് ഒബ്ജക്ട്, മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പാലിക്കുക എന്നാണ്. ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അറ്റ്മോസ്റ്റ് മീൻസ് അതീവ എന്നാണ് കേട്ടോ. അതീവ ശ്രദ്ധയോടുകൂടി തന്നെ ഈ പറയുന്ന മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ കൂടെ അവിടെ ആവശ്യമാണ്. ഓക്കെ, ആൻഡ് the third one, installed ground fault circuit interrupters. Call a skilled electrician to test and repair damaged equipment.
അതായത് അവിടുത്തെ ഓപ്പറേഷൻ തീറ്റാൽ എന്തെങ്കിലും സർക്യൂട്ടിനോ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സോ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അല്ലെ മൊത്തത്തിൽ ഭയങ്കര റിസ്ക് ആണ്. സോ അത് സ്കിൽഡ് ആയ ഇലക്ട്രീഷ്യനെ വെച്ചിട്ട് ചെക്ക് ചെയ്യുക, അത് ടെസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ. Then put on radiation dosimeter when exposed to radiation. Follow all safety instructions to lessen exposure to a minimum. ഈ പറയുന്ന റേഡിയേഷൻ ഡോസിമീറ്റർ മീൻസ് ഇതൊരു റേഡിയേഷൻ നമുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള, ഏൽക്കാതിരിക്കാനല്ല, എന്തായാലും ആ റൂംസിൽ അത്യാവശ്യം നല്ലധികം റേഡിയേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഓപ്പറേഷനിൽ ഒരുപാട് മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെ, അത്യാവശ്യം റേഡിയേഷൻ ഉള്ള കുറെ അധികം മെഷീൻസ് അവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റേഡിയേഷനേക്കാളും ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ അതിന്റെ റിസ്ക് കുറയ്ക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ പറയുന്ന റേഡിയേഷൻ ഡോസിമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ആണ്. Kind of device to measure and monitor the amount of ionized radiation. അതായത് നമുക്ക് എത്രത്തോളത്തിലുള്ള റേഡിയേഷൻസ് വരുന്നതെന്ന് മെഷർ ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് ആണ് ഈ പറയുന്ന റേഡിയേഷൻ ഡോസിമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് ബാഡ്ജ് ആയിട്ടോ അല്ലെങ്കിൽ അത് വേറെ രീതിയിലൊക്കെ നമുക്കത് ധരിക്കാവുന്നതാണ്. ബാഡ്ജ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് അവിടെ ബാഡ്ജ് ഓർ അതർ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് തോന്നിയോ? പെട്ടെന്ന് എവിടുന്ന ഒരു സൗണ്ട് പറയുന്ന പോലെ തോന്നി? അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ബാഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ബാഡ്ജ് ഇവിടെ ബാഡ്ജ് ആയിട്ട് വെക്കില്ലേ? ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഡിവൈസ് നമുക്ക് വാങ്ങാൻ കിട്ടും. ബാഡ്ജ് രൂപത്തിലുള്ള ഡിവൈസും കിട്ടും. അതാണ് ഇവിടെ ബാഡ്ജ് എന്ന് പറയുന്നത്. ബാഡ്ജ് ആയിട്ട് അല്ലാതെയോ നമുക്ക് ആ ഡിവൈസ് വെയർ ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇറ്റ്സ് ഡിവൈസ്, റേഡിയേഷൻ ഡോസിമീറ്റർ ഇസ് എ ഡിവൈസ് ദാറ്റ് മെഷേഴ്സ് ആൻഡ് മോണിറ്റർ ദി എമൗണ്ട് ഓഫ് റേഡിയേഷൻ. ഓക്കെ, ആ പറയുന്ന ഈ ഡിവൈസ് ഇവിടെ വെയർ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ലെസൺ എക്സ്പോഷർ, ലെസൺ മീൻസ് കുറയ്ക്കുക. ഓക്കെ, ആ റേഡിയേഷന്റെ എക്സ്പോഷർ കുറയ്ക്കാനും അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള അത്യാവശ്യം നന്നായിട്ട് ഒരു സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ പറയുന്ന ഡോസിമീറ്റർ വെയർ ചെയ്യുക. ഡോസിമീറ്റർ എന്താന്ന് മനസ്സിലായല്ലോ? ഡിവൈസ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ പറയുന്നത്? റേഡിയേഷൻ ഡോസിമീറ്റർ എന്ന് പറയുന്നത് ഡിവൈസ് ആണ്. നമ്മുടെ റേഡിയേഷൻ മെഷർ ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനും എത്രത്തോളം എമൗണ്ട് നമുക്കത് റേഡിയേഷൻ വരുന്നുണ്ട് എന്ന് അറിയാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ പറയുന്ന റേഡിയേഷൻ ഡോസിമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ബാഡ്ജ് മീനിങ് കവറിങ് അല്ല, നമ്മുടെ ശരീരത്തിൽ വെക്കാൻ നമ്മൾ ഇടുന്ന ഡ്രസ്സിന്റെ ബാഡ്ജ് ആയിട്ട് വെക്കില്ലേ? അങ്ങനെ ഒരു തരത്തിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഡിവൈസും കൂടിയാണ്. നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ കണക്ട് ചെയ്ത് വെക്കാനും പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. അങ്ങനെയും പറ്റും, അല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് അത് ബാഡ്ജ് ആയിട്ട് അതർ വേറെ രീതിയിലൊക്കെ യൂസ് ചെയ്യണം, ധരിക്കണം, വെയർ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, then follow all safety instruction to lessen exposure to minimum. അതായത് അത്യാവശ്യം കുറച്ച് എക്സ്പോഷർ കിട്ടാവുന്ന തരത്തിലുള്ള സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്യണം എന്ന് കൂടിയാണ് പറയുന്നത്. Okay, and install air conditioning with effective general ventilation in the operating room to lessen heat stress and remove odor, gases and vapor. അതായത് എയർ കണ്ടീഷൻ കറക്റ്റ്ലി അവിടെ നല്ലൊരു എയർ കണ്ടീഷൻ വേണം. എന്തിനു വേണ്ടി? വെന്റിലേഷൻ വേണം, എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ വേണം. ഓപ്പറേഷൻ റൂമിൽ ഇതെല്ലാം ആവശ്യമാണ്. എയർ കണ്ടീഷൻ ആവശ്യമാണ്, അതുപോലെ തന്നെ നല്ലൊരു വെന്റിലേഷൻ ആവശ്യമാണ്. കാരണം എന്താണ്? നമ്മുടെ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് അല്ലെ, അത്യാവശ്യം ഒരു നമ്മള് കുറച്ച് ആൾക്കാർ റൂമിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമിഡിറ്റി ആണെങ്കിൽ ആ ഒരു ഹീറ്റ് ഉണ്ടാവും, ഒരു ചൂട് അവിടെ ഉണ്ടാകും. സോ അത് പുറന്തള്ളാനും അതുപോലെ തന്നെ റിമൂവ് ഓർഡേഴ്സ്, എന്തെങ്കിലും തരത്തിലുള്ള സ്മെൽസോ എന്തെങ്കിലും തരത്തിലുള്ള ഗ്യാസസോ ലീക്ക് ചെയ്യാനും അതൊക്കെ പുറന്തള്ളാനും ഈ പറയുന്ന വെന്റിലേഷൻ അവിടെ ആവശ്യമാണ്. അതുപോലെ എയർ കണ്ടീഷൻ ആവശ്യമാണ്. ദെൻ വ്യാപ്പോസ് മീൻസ് നീരാവി എന്നാണ് കേട്ടോ, നീരാവിയാണ്. സോ അങ്ങനത്തെ തരത്തിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തോട്ട് പോകാനുള്ള വെന്റിലേഷൻ അവിടെ ഓപ്പറേഷൻ റൂമിൽ ഇൻസ്റ്റാൾ ചെയ്യണം, അവിടെ ആവശ്യമാണ് എന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ദെൻ nurses sensitive to natural rubber latex must use no latex or powder free latex gloves and cover contact with other latex products.
അതായത് ഏതെങ്കിലും തരത്തിലുള്ള നേഴ്സസിനോ ഏതെങ്കിലും തരത്തിലുള്ള റബ്ബർ ലാറ്റക്സ്, അതായത് റബ്ബർ ലാറ്റക്സ് മീൻസ് നമ്മുടെ പറയുന്ന മരത്തിൽ നിന്ന് വരുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അതിന് പറയുന്നതാണ് ഈ ലാറ്റക്സ് എന്ന് പറയുന്നത്. അതായത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു റബ്ബർ ഷീറ്റ് ഉണ്ടല്ലോ, നമ്മൾ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആ പറയുന്ന ഫ്ലൂയിഡ് വന്നിട്ട് അതിൽ നിന്നാണ് റബ്ബർ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ലാറ്റക്സ്, ആ റബ്ബർ അലർജീസ് ഉള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള നേഴ്സസ് മാക്സിമം ഈ പറയുന്ന നോൺ ലാറ്റക്സ് ഓർ പൗഡർ ടു ലാറ്റക്സ് ഗ്ലോവ്സ് ഉപയോഗിക്കുക. അതായത് റബ്ബർ ഈ പറയുന്ന ലാറ്റക്സിന് അലർജി ഉള്ള നേഴ്സസ് ഒന്നില്ലെങ്കിൽ ലാറ്റക്സ് അല്ലാത്ത രീതിയിൽ റബ്ബർ ആ ഒരു ടൈപ്പ് അല്ലാത്ത രീതിയിലുള്ള ഗ്ലൗസോ അല്ലെങ്കിൽ പൗഡർ ഫ്രീ ലാറ്റക്സ് ആയുള്ള ഒരു ഗ്ലൗസോ ധരിക്കുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരൊരിക്കലും അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് അതർ ലാറ്റക്സ് പ്രൊഡക്ട്സ്, അതായത് വേറെ ലാറ്റക്സ് പ്രൊഡക്റ്റുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാവാതിരിക്കാൻ കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അവോയ്ഡ് എന്ന് പറഞ്ഞാല് കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധയായിരിക്കണം എന്ന് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, കാരണം നേഴ്സിന് ചിലപ്പോ എന്തെങ്കിലും ഇറിറ്റേഷൻസ്, നമുക്ക് അലർജീസ് ഒക്കെ ഉണ്ടാവും. ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അലർജി വരാൻ ചാൻസ് ഉണ്ടല്ലോ അല്ലെ, മിക്കവർക്കും ഉണ്ടാകാം. ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അലർജി വരും. അതുപോലെ തന്നെയാണ് അങ്ങനെ നേഴ്സസിന്, അവിടെ ഇരിക്കുന്ന നേഴ്സസിന് അങ്ങനെ ആ തരത്തിലുള്ള ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ പറയുന്ന ഗ്ലൗ യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ആ പറയുന്ന പ്രൊഡക്റ്റ് വെച്ച് മേക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ച് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലൗ ധരിക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഈ പറയുന്ന അവോയ്ഡ് മീൻസ് ഒഴിവാക്കുക, കാരണം വേറെ തരത്തിലുള്ള ലാറ്റക്സ് പ്രൊഡക്റ്റ് ഏതെങ്കിലും തരത്തിൽ കോണ്ടാക്ട് വരുന്നത് ഒഴിവാക്കുകയും വേണം. കാരണം എന്തെങ്കിലും തരത്തിൽ അലർജീസോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് അവർ പറയുന്നത്. ലാറ്റക്സ് എന്ന് പറയുമ്പോൾ ഡൗട്ട് അടിക്കാതെങ്കിൽ ഈ പറയുന്ന റബ്ബറിനെയാണ് പറയുന്നത്, റബ്ബർ പാലാണ്, ആ ഫ്ലൂയിഡ് ആണ് ഈ പറയുന്ന ലാറ്റക്സ് എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് വരുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ഒരു ലാറ്റക്സ് എന്ന് പറയാം, റബ്ബർ ലാറ്റക്സ്. ചിലപ്പോൾ ചില നേഴ്സസിന് അത് സെൻസിറ്റീവ് ആയിരിക്കും. സോ അത് വെച്ച് മേക്ക് ചെയ്ത ഗ്ലോ ധരിക്കാതിരിക്കുക. അതുപോലെ തന്നെ അതിനുമായിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. Okay, then follow established and appropriate infection control precautions assuming blood body fluids. അതായത് ഫോളോ ചെയ്യുക എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കൺട്രോൾ പ്രിക്കോഷൻസ്. ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതിപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലഡിലൂടെ ഇപ്പൊ അസ്യൂമിങ് മീൻസ്, അസ്യൂമിങ് എന്ന് പറയുന്ന അനുമാനിക്കുക എന്നൊരു മീനിങ് ആണ് വരുന്നത്. അതായത് ബ്ലഡിലൂടെ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ പറയുന്ന അണുബാധയോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുക എന്നാണ് പറയുന്നത് കേട്ടോ. ഫോളോ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് അനുചിതമായ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഈ പറയുന്ന ബ്ലഡിൽ ബോഡി ഫ്ലൂയിഡ്സിൽ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ പ്രിക്കോഷൻസ്, അതിനുവേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, then wash hands and assuming meaning അനുമാനിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, wash hands and other exposed skin surface after coming into contact with the blood and body fluids. ഇപ്പൊ ബ്ലഡ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുമ്പോൾ നമുക്ക് ബ്ലഡ് ആയിട്ടും ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് എന്തായാലും നമുക്ക് കോണ്ടാക്ട്സ് വരും അല്ലെ. നമ്മള് ചിലപ്പോ നമുക്ക് കോണ്ടാക്ട്സ് അത്യാവശ്യം രീതിയിലുള്ള കോണ്ടാക്ട്സ് വരും. സോ അതിനുശേഷം നന്നായിട്ട് കൈകൾ കഴുകുക. സ്കിൻ ആണെങ്കിലും എല്ലാം അവിടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എന്താണെങ്കിൽ പോലും നന്നായിട്ട് വൃത്തിയിൽ കഴുകുക എന്നാണ് പറയുന്നത്. ആ തരത്തിലുള്ള ആ ബ്ലഡിൽ നിന്നോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന എല്ലാ ഇൻഫെക്ഷൻസും പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെ. എന്തെങ്കിലും തരത്തിലുള്ള ജേംസ് ആണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അല്ലെ രോഗാണുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് കൈകൾ വാഷ് ചെയ്യുക എന്നാ പറയുന്നത് കേട്ടോ. Then provide lifting aids for the lifting and shift of heavy patients. Consult an occupational safety specialist on the safe handling of heavy patients. അതായത് പ്രൊവൈഡ് ചെയ്യുക നൽകുക ലിഫ്റ്റിംഗ് എയ്ഡ്സ്. അതായത് നമുക്ക് ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജൻസ് മാത്രമല്ല അല്ലെ, അവിടെ ഓപ്പറേഷൻ തിയേറ്റർ വർക്കേഴ്സും കൂടെ ഉണ്ട്, ഹെൽപ്പിംഗ് വർക്കേഴ്സും കൂടെ അവിടെ ഉണ്ടാവും. അവരുടെ ഡ്യൂട്ടീസ് എന്താണ്? പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുക അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടി വരും, ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമ്പോ ഇപ്പൊ ഹെവി ആയിട്ടുള്ള അത്യാവശ്യം പറയുന്ന ഒരുപാട് വെയിറ്റ് ഉള്ള പേഷ്യൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെ. സോ അവരെയൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട പറയുന്ന എല്ലാ എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അവർക്ക് പറയുന്ന ആ വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള
ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഈ പറയുന്ന എല്ലാ ലിഫ്റ്റിംഗ് എയ്ഡ്സും ലിഫ്റ്റിംഗ് പൊക്കാനുള്ള ഉപകരണങ്ങളാണ്. എയ്ഡ്സ് എന്താണ്? അത്യാവശ്യമുള്ള ഉപകരണങ്ങൾ, അങ്ങനത്തെ ഒരു പറയുന്ന സാധനങ്ങൾ അവിടെ ആവശ്യമാണ് കേട്ടോ. ഓക്കെ, സോ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. പേഷ്യൻസിനെ മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ അവർക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഒരിക്കലില്ല അല്ലെ, എടുത്തോണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ലിഫ്റ്റിംഗ് ആ പേഷ്യൻസിനെ മാറ്റാനുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. സോ അതിനുള്ള ഈ പറയുന്ന പ്രൊവൈഡ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് ഫോർ ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റ്. ലിഫ്റ്റിംഗ് എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്തിനൊക്കെ വേണ്ടിയാണ്? അവരെ ലിഫ്റ്റ് ചെയ്യാനും ഉയർത്താനും അതുപോലെ തന്നെ ഈ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആൻഡ് ലിഫ്റ്റിംഗ് എയ്ഡ്സ് മീൻസ് സഹായങ്ങളാകാം, പറയുന്ന എക്യുപ്മെന്റ്സ് ആകാം, ഇതെല്ലാം ആകാം. കൺസൾട്ട് ആൻ occupational safety specialist and for the safe handling of heavy patients. അത് കൺസൾട്ട് ചെയ്യുക, ഈ പറയുന്ന occupational safety സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. എന്തിനാണ്? ഹാൻഡിൽ ചെയ്യാൻ, ഈ ഹെവി പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കൺസൾട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് സഹായം ചോദിക്കുക, അത്രയേ ഉള്ളൂ. Okay, then checking for anesthetic and oxygen gas leakage. എന്തെങ്കിലും തരത്തിൽ ഗ്യാസ് ലീക്കേജസോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. Then control of fire danger. എന്തെങ്കിലും തരത്തിൽ പറയുന്ന എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യാം, ചെക്ക് ചെയ്യാം. അഗ്നി അപകട നിയന്ത്രണം എന്ന് പറയും. ഫയർ ഡേഞ്ചേഴ്സ് എന്തെങ്കിലുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. പറയുന്ന ഓക്സിജൻ ലീക്കേജ് എന്തെങ്കിലുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിലെ റിസ്ക് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. പ്രിവെന്റ് ചെയ്യാൻ ചെയ്യേണ്ട മെഷേഴ്സ് ആണ്, ഈ മാർഗങ്ങളാണ്, പ്രതിരോധ നടപടികളാണ് ഈ പറയുന്നതെല്ലാം കേട്ടോ. ക്ലിയർ ആയോ? ഓരോ പോയിന്റും നന്നായിട്ട് വായിച്ചു നോക്കാം. വായിച്ചു നോക്കുമ്പോൾ അതിന് പക്ക മലയാളം ഒരിക്കലും എടുക്കരുത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് അത് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, പറയുന്ന എല്ലാ വേർഡ്സും കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവും ഷോ, പക്ഷെ അതിനെല്ലാം മലയാളം മീനിങ് വളരെയധികം സിമ്പിൾ ആണ്. ഓക്കെ, ഓരോ ഇംഗ്ലീഷ് സെന്റൻസ് നന്നായിട്ട് വായിച്ചു നോക്കാം. അതിന്റെ മീനിങ്, മലയാളം മീനിങ് മനസ്സിലാക്കി പഠിക്കുക. അല്ലാതെ ഓരോ വേർഡിന്റെയും മലയാളം മീനിങ് ഒരിക്കലും പഠിക്കരുത് കേട്ടോ, മണ്ടത്തരാണ്. സെന്റൻസിന്റെ മീനിങ് വ്യത്യാസം ഉണ്ടാകും, ഓരോ വേർഡ്സിന്റെ മീനിങ് വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അതായത് ഓരോ വേർഡ് യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആ സെന്റൻസിന്റെ ഓരോ സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സ് ഉണ്ട് അല്ലെ, അതെല്ലാം ആ സെന്റൻസിൽ വരുമ്പോൾ വേർഡ്സിന്റെ മീനിങ് തന്നെ മാറും. ഓക്കെ, അതുകൊണ്ട് തന്നെ സെന്റൻസ് വൈസ് ആയിട്ടും മസ്റ്റ് ആയിട്ടും വായിച്ചു നോക്കുക, മലയാളം മീനിങ് മനസ്സിലാക്കി പഠിച്ചിരുന്നു. പിന്നെ ഓരോ മെഡിക്കൽ നെയിമും പഠിക്കുക. ഓക്കെ, നമ്മൾ നോർമൽ ഇംഗ്ലീഷ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. മെഡിക്കൽ നെയിമായിട്ട് തന്നെ പറയണം. ഓക്കെ, ഈ പോർഷൻ ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, then emergency equipment associated duties. ഇപ്പൊ പറയുന്ന അടിയന്തര ഉപകരണവുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? എമർജൻസി എക്യുപ്മെന്റ് മീൻസ് അടിയന്തര ഉപകരണം ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? Cardiac trolley with a defibrillator has to be readily available. Cardiac trolley ഇപ്പൊ പറയുന്ന ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ ഉപകരണങ്ങളാണ്, എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സ് ആണ് എമർജൻസി ആയിട്ട് ആവശ്യമായിട്ടുള്ളത്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. സോ cardiac trolley അറിയാലോ, cardiac trolley with defibrillator has to be readily available. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി വരാണെങ്കിൽ ഇപ്പൊ പറയുന്ന എന്തെങ്കിലും ഇപ്പൊ ഓപ്പറേഷൻ എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടാകാം. സോ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ആവശ്യമാണ്. ഈ പറയുന്ന ഡിഫിബ്രിലേറ്റർ എന്താണ് എന്ന ഡൗട്ട് ഉണ്ടാവും നമുക്ക്. എന്തെങ്കിലും ഇപ്പോ സിനിമയിലെ കണ്ടിട്ടില്ലേ, ആർക്കെങ്കിലും കാർഡിയക് അറസ്റ്റിന്റെ എന്തെങ്കിലും സപ്പോസ് എന്തെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ രണ്ട് ഇത് വെച്ചിട്ട് പുഷ് ചെയ്യുന്ന കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യുന്ന കണ്ടില്ലേ, ആ ഒരു ഷോക്കിംഗ്, മനസ്സിലായോ? ആ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഡിവൈസ് ആണ് ഈ പറയുന്ന ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അത് അത്യാവശ്യമാണ്, റെഡി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, then do all personnel know its location. അതായത് അവിടെയുള്ള എല്ലാ സ്റ്റാഫ്സിനും ഈ പറയുന്ന എല്ലാത്തിന്റെയും ലൊക്കേഷൻസ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്തും എല്ലാം എവിടേക്കാണ് അല്ലെ പറയുന്നത്, എന്തൊക്കെ ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ ഡോക്ടേഴ്സ് പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ സാധനങ്ങൾ എവിടേക്കാണ് എന്ന് എല്ലാവർക്കും അതിന്റെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. There are specific duties of each person to be performed in a connection with the emergency equipment checking of medicines which are expired and the preventive maintenance of equipment. അതായത് പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ അത്യാവശ്യം അധികം സ്റ്റാഫ്സ് ഉണ്ട് അല്ലെ.
സോ എല്ലാവർക്കും ഓരോ പേഴ്സൺസിനും അവരുടേതായ ഒരു ഡ്യൂട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്? ചിലപ്പോ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് മെഡിസിൻസ് ചെക്ക് ചെയ്യലായിരിക്കും അല്ലെ, അതിന്റെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞോ, അങ്ങനെ എല്ലാവരും ഇപ്പൊ മെഡിസിൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആയിക്കോട്ടെ എല്ലാവരും എക്സ്പയർഡ് ആയോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ പറയുന്ന എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റെനൻസ് ഉറപ്പാക്കണം. എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും അതിന്റെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാവരും ചെയ്യേണ്ടത് ഓരോരുത്തരാണ് അല്ലെ. ആ ഓരോരുത്തർക്കും അതിൻ്റെതായ ഒരു സ്പെസിഫിക് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്താണ് എക്യുപ്മെന്റ് അല്ലെ, എക്യുപ്മെന്റ് ആണെങ്കിലും അതിന്റെ മെഡിസിൻസിന്റെ ആണെങ്കിലും എക്സ്പയർ നോക്കുക. അതുപോലെ തന്നെ പ്രിവെന്റ് ചെയ്യുക, തടയുക മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സ് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് ഈ പറയുന്ന എമർജൻസി എക്യുപ്മെന്റ് ഡ്യൂട്ടീസും അതൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കണം എന്നൊക്കെ പറയാം. ഓക്കെ, ക്ലിയർ? യെസ്, ക്ലിയർ. Okay, so the next portion is administration must involve standard policies for protection of patients in operation theatre. അതായത് ഓപ്പറേഷൻ തിയേറ്ററിലെ സംരക്ഷണത്തിനായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടുള്ള കുറച്ച് പോളിസീസ് എന്തൊക്കെയാണെന്നാണ് കേട്ടോ. മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, അതായത് പേഷ്യൻസിനെ തിരിച്ചറിയാനുള്ള രീതികൾ. ഓക്കെ, ഇതൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യൻസിന് പ്രൊട്ടക്ഷന് വേണ്ടി കൂടുതലാണോ? ഓക്കെ, സ്ലോവില് പറയാം കേട്ടോ. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ എടുത്തെല്ലാം ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? ഇത് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് പറയണോ? പറയുന്ന cardiac trolley with defibrillator has to be readily available. cardiac trolley ഈ പറഞ്ഞ ഞാൻ പറഞ്ഞൊരു ഡിവൈസ് ഉണ്ടല്ലോ, ഒരു മെഷീൻ ഉണ്ടല്ലോ, നമ്മൾ പുഷ് ചെയ്തെടുക്കുന്ന ഒരു ഡിവൈസിനെ പറയുന്ന പേരാണ് defibrillator എന്ന് പറയുന്നത്. അത് ട്രോളി എല്ലാം എന്താണ് ഇവിടെ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ സ്റ്റാഫ്സിന് പറയുന്ന എല്ലാത്തിന്റെയും എന്ത് തരം ഡിവൈസ് ആണോ, എന്തൊക്കെയാണോ അവിടെ ഇരിക്കുന്നത്, സോ അതിന് എല്ലാത്തിന്റെയും കറക്റ്റ് ലൊക്കേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അതിൻ്റെതായ ഡ്യൂട്ടീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, specific duties of each person to be performed in connection with the emergency. ഇന്നത്തെ എമർജൻസി വരാണെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വരാണെങ്കിൽ അതിൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? എക്യുപ്മെന്റ് ചെക്കിംഗ് ഓഫ് മെഡിസിൻസ് വിച്ച് ആർ എക്സ്പയർഡ്. മെഡിസിൻസുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് ആണെങ്കിൽ മെഡിസിൻസ് ആയിക്കോട്ടെ എല്ലാത്തിന്റെയും എക്സ്പയർ ആയോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ദെൻ പ്രിവെന്റിംഗ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് എന്തെങ്കിലും തരത്തിലുള്ള മെയിൻ്റെനൻസ് ആവശ്യം വന്നാൽ അതെല്ലാം കൺട്രോൾ ചെയ്യാൻ പ്രിവെന്റ് ചെയ്യുക. ഇത്രയും ഡ്യൂട്ടീസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇനി സ്ലോവിൽ പറയാൻ നോക്കാം കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞു അല്ലെ, ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് പോളിസീസ് ആണ്. ഇത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടുള്ള കുറച്ച് പോളിസീസ് ആണ് താഴെ പറയുന്നത്. ഏതൊക്കെയാണ്? മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, പേഷ്യൻസിനെ തിരിച്ചറിയാനുള്ള ഒരു രീതി. ഇതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. Restraining of patients during the movement. Restraining means നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന പേഷ്യൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും തരത്തില് ഓപ്പറേഷൻസോ എന്തെങ്കിലും തരത്തിൽ ആ ഒരു തിയേറ്ററിലെ പേഷ്യൻസിന് എന്തെങ്കിലും മൂവിങ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. Then protection of patients on operating table while turning or transferring. അതായത് ടേബിൾ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവുന്ന പേഷ്യൻസ് കിടക്കുന്ന ആ ഒരു ടേബിൾ ഏതെങ്കിലും തരത്തില് ചിലപ്പോൾ ടേൺ ചെയ്യാനോ തിരിക്കുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ വേണം. പേഷ്യൻസിന് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ, പറയുന്ന ഇൻഫെക്ഷൻസ് എന്തെങ്കിലും തരത്തിലുള്ള അണുബാധ തടയുന്ന രീതിയിലുള്ള പ്രോട്ടോകോൾസ് ആവശ്യമാണ്. അണുബാധ ആർക്കും തന്നെ അണുബാധ വരാൻ പാടില്ല. അതിനനുസരിച്ചുള്ള പ്രോട്ടോകോൾസ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും പോളിസീസ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഈ പറയുന്ന പേഷ്യൻസിന് കൊടുക്കുന്നത്. ഓക്കെ, ഇൻ റിക്കവറി റൂം ഈ പറയുന്ന റിക്കവറി റൂമിൽ വരേണ്ടത് എന്തൊക്കെയാണ്? പേഷ്യൻസ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് എവറി 15 minutes after surgery, including vital signs, level of consciousness, bleeding, etc. അതായത് പറയുന്ന ഓരോ 15 മിനിറ്റ് കഴിയുമ്പോൾ ആഫ്റ്റർ എവറി 15 മിനിറ്റ് ആഫ്റ്റർ സർജറി എന്തെങ്കിലും സർജറി എന്തെങ്കിലും ഓപ്പറേഷൻസോ
എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്ന പേഷ്യൻസ് ഒബ്സർവേഷൻ ആയിരിക്കും അല്ലെ, 15 മിനിറ്റ് കൂടുമ്പോൾ അവരെ ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും അപകടകരമായിട്ടുള്ള എന്തെങ്കിലും സൈൻസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ കോൺഷ്യസ് ലെവൽ എങ്ങനെയാണ്, അതുപോലെ അവർക്ക് എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യണം. അതാണ് ഈ റിക്കവറി റൂമിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അവരെ ഒബ്സർവ് ചെയ്യുക, 15 മിനിറ്റ് കൂടുമ്പോഴും അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. Then all equipment should be ready on demand. അതായത് എന്തെങ്കിലും തരത്തിലുള്ള അത്യാവശ്യങ്ങൾ വരാണെങ്കിൽ എല്ലാ എക്യുപ്മെന്റും റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഷുഡ് ബി റെഡി ആയിരിക്കണം. ഡിമാൻഡ് പെട്ടെന്ന് ആവശ്യം വരാണെങ്കിൽ എല്ലാ എക്യുപ്മെന്റും അവിടെ ഷുഡ് ബി റെഡി ആയിരിക്കണം. Then restriction of visitors or prevent infection. അതായത് എല്ലാ തരത്തിലുള്ള ഒരുപാട് വിസിറ്റേഴ്സിന് നമ്മൾ അലൗ ചെയ്യുന്നില്ല, റെസ്ട്രിക്ഷൻ ആണ്, നിയന്ത്രിച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. സോ വിസിറ്റേഴ്സ് അലൗ അല്ല, സോ ഇതെല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ റിക്കവറി റൂമിൽ വേണ്ടത് എന്തൊക്കെയാണ്? ഒബ്സർവ് ചെയ്യുക, പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യുക, ഓരോ 15 മിനിറ്റ് കൂടുമ്പോൾ ഒബ്സർവ് ചെയ്യുക. ആഫ്റ്റർ സർജറി കഴിഞ്ഞ് ഓരോ 15 മിനിറ്റ് കൂടുമ്പോൾ ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സൈൻസ് തരുന്നുണ്ടോ, അല്ലെങ്കിൽ അടയാളങ്ങളുണ്ടോ, അല്ല അടയാളം മീൻസ് എന്തെങ്കിലും അപകടകരമായ എന്തെങ്കിലും സൈൻ എന്തെങ്കിലും ഉണ്ടോ, സിഗ്നൽസ് എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ അവരുടെ കോൺഷ്യസ് ലെവൽ എന്തൊക്കെയാണ്, ബ്ലീഡിംഗ് ഉണ്ടോ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ 15 മിനിറ്റ് കൂടുമ്പോൾ അവരൊന്ന് ഒബ്സർവ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി വരികയാണെങ്കിൽ എല്ലാ എക്യുപ്മെന്റും അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിസിറ്റേഴ്സിനെ എല്ലാം റിസ്ട്രിക്റ്റഡ് ആണ്. സോ ടു പ്രിവെന്റ് ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്, മനസ്സിലായോ? സ്പീഡ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. സോ അവര് പറയുന്നത് കുറച്ച് ബെറ്റർ. ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ പൊതുവെ സ്പീഡിലാണ് സംസാരിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ആ സ്പീഡ് വരുന്നത്, മനഃപൂർവ്വം എടുക്കുന്നില്ല കേട്ടോ. സോറി ഫോർ ദാറ്റ്. Okay, and the next one, responsibilities of an operating room executive secretary. Operation theatre executive secretaries ചുമതലകൾ എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നോക്കാം. Okay, operating room executive secretaries keep the department running smoothly and effectively by greeting and welcoming patients. അതായത് പറയുന്ന എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം. അത് മാത്രമല്ല പേഷ്യൻസ് വെൽക്കം ചെയ്യുക, ലീഡ് ചെയ്യുക, ഇതൊക്കെയാണ് പറയുന്ന അത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് കൊണ്ടുപോവുക, പേഷ്യൻസ് നന്നായിട്ട് വെൽക്കം ചെയ്യുക, ലീഡ് ചെയ്യുക. ഓക്കെ, ദെൻ ആൻസറിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. അവരുടെ ക്വസ്റ്റ്യൻസ് തന്നെ ആൻസർ ചെയ്യുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. These workers operate office equipment that includes voicemail and phone systems, machines, copier and scanner, and also maintain and organize department supplies. ഈ പറയുന്ന എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ പറയുന്ന എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് എന്തൊക്കെ ചെയ്യണം? അവരുടെ ഫോൺ സിസ്റ്റം ഹാൻഡിൽ ചെയ്യണം, അതുപോലെ തന്നെ മെഷീൻസ് ആണെങ്കിലും സ്കാനേഴ്സ് ആണെങ്കിലും ഇതെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുക, വോയിസ് മെയിൽസ് ആണെങ്കിലും ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുക. കാരണം അറിയാലോ അവർക്ക് ഡൗട്ട്സ് ആണെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്യേണ്ടത് ആരാണ്? പറയുന്ന സെക്യൂരിറ്റി സെക്രട്ടറി ആണ്. സോ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ പറയുന്ന ഈ വർക്കേഴ്സ് ആണ്. ഓക്കെ, then next one, they accept and route messages and transfer correspondence verbally or through written right form. അതായത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെസ്സേജസോ അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് മീൻസ് പറയുന്നത് കത്തുകൾ അല്ലെ, കത്തുകളാണ്. അപ്പൊ ആ രീതിയിലുള്ള എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ അതിപ്പോ വെർബലി ആയിക്കോട്ടെ അല്ലെങ്കിൽ റിട്ടേൺ ഫോമിലായിക്കോട്ടെ എന്ത് തരത്തിലുള്ള മെഷീൻസ് ആണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യും. They accept and route messages and transfer correspondence verbally or through written form. എഴുതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന തരത്തിലാണെങ്കിലും ആ മെസ്സേജസ് ആണെങ്കിലും അവരെല്ലാം അക്സെപ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ. Then additional duties consist of taking specimens to the lab, helping scheduling procedures, supporting the department through updating bed status. അതായത് ഇപ്പൊ നമുക്ക് സ്പെസിമെൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ട അല്ലെ, ഇപ്പൊ യൂറിനാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഓക്കെ. അപ്പൊ അതെല്ലാരും എന്ത് ചെയ്യാം, അത് ലാബിലേക്ക് എത്തിക്കുക അല്ലെ, ടേക്കിംഗ് സ്പെസിമെൻ ടു ദി ലാബ്. ഇതെല്ലാരും അഡീഷണൽ ഡ്യൂട്ടീസ് ആണ് കേട്ടോ. അഡീഷണൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്?
പറയുന്ന സ്പെസിമെൻസ് ലാബിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ്സിന്റെ പറയുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്യുക. പിന്നെ ബെഡ് അവരുടെ ബെഡ് സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയൊക്കെയാണെന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ഓപ്പറേഷൻ തിയേറ്ററിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറീസിന്റെ അഡീഷണൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെയിൻറ്റെയിനിങ് ക്ലീൻനെസ് ആൻഡ് ഓർഡർലിനെസ് ലൈക്ക് ക്ലീനിങ് നഴ്സസ് സ്റ്റേഷൻ. അതായത് ക്ലീൻ ആയിരിക്കണം. ഓക്കെ, ആ ഒരു പറയുന്ന ക്ലീൻ ആവാത്ത തരത്തിലുള്ള അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലീൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ലൈക്ക് ക്ലീൻ നഴ്സ് സ്റ്റേഷൻസ്, നഴ്സിന്റെ സ്റ്റേഷൻസ് ആണെങ്കിലും റൂംസ് ആണെങ്കിലും ഇതെല്ലാം ക്ലീൻ ആയിരിക്കണം. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി. Then executive secretaries may also be responsible for managing and training new clerical with the operating room department. അപ്പോൾ ഓപ്പറേറ്റിംഗ് റൂമിന് പുതിയ ക്ലറിക്കൽ കൈകാര്യം ചെയ്യുന്നതിനും അവരെ എന്താണ് ട്രെയിൻ ചെയ്യിക്കുന്നതിനും ഈ പറയുന്ന എക്സിക്യൂട്ടീവ് സെക്രട്ടറീസിന് റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അതായത് പറയുന്ന ഓപ്പറേറ്റിംഗ് റൂം, അതായത് ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പുതിയ ക്ലറിക്കൽ ട്രെയിനിങ്, എന്തെങ്കിലും ക്ലറിക്കൽ പരമായ ട്രെയിനിങ്ങോ അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് കേട്ടോ. സോ അവരുടെ ഡ്യൂട്ടീസ് ആണ് എന്തൊക്കെയാണ് ഷോർട്ടാക്കി പറയാം. ഓക്കെ, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ആ ഓപ്പറേഷൻ തിയേറ്റർ അവർ ഡിപ്പാർട്ട്മെന്റ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുക. പേഷ്യൻസിനെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുക, ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അവർ പറയുന്ന എന്തെങ്കിലും മെസ്സേജസ് ആണെങ്കിൽ എന്ത് തരത്തിലുള്ള മെസ്സേജസ്, അത് വെർബലി ആയിക്കോട്ടെ അല്ലെങ്കിൽ റിട്ടൺ ഫോമിലുള്ളതായിരിക്കും ആയിക്കോട്ടെ, ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ എന്താണ് അവരുടെ വോയിസ് മെയിൽസ് അല്ലെങ്കിൽ ഫോൺ സിസ്റ്റം, മെഷീൻസ്, കോപ്പിയർ, സ്കാനേഴ്സ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ പറയുന്ന വർക്കേഴ്സ് ആണ്. ദെൻ പിന്നെ പറയുന്നത് അവർക്ക് എക്സ്ട്രാ ഒരു അഡീഷണൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പെസിമെൻസ് അല്ലെ, ഇപ്പോ ലാബിലേക്ക് കൊണ്ടുപോകുന്ന സ്പെസിമെൻസ് ലാബിലേക്ക് എത്തിക്കും. Taking specimens to the lab and അതിലെ ഡിപ്പാർട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് എല്ലാം സ്കെഡ്യൂൾ ചെയ്യുക. ദെൻ അപ്ഡേറ്റ് ചെയ്യുക, ബെഡിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ള അപ്ഡേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ക്ലീൻ ആയിരിക്കുക അല്ലെ, പറയുന്ന നഴ്സിന്റെ സ്റ്റേഷൻസ് ആണെങ്കിലും ക്ലീൻ ആയിരിക്കുക, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും ക്ലിനിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രെയിനിങ്സ് ഒക്കെ വരാണെങ്കിലും അതിന്റെ റെസ്പോൺസിബിലിറ്റീസും എല്ലാം ചെയ്യേണ്ടത് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് ആണ്. ഓക്കെ, സോ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ, ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെ സ്റ്റാഫ്സ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവുക, അതിന്റെ പോളിസീസ് എന്തൊക്കെയാണ്, ഓപ്പറേഷൻ തിയേറ്ററിലെ എൻവിറോൺമെന്റ് എങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ആരൊക്കെയാണ് ഉണ്ടാവേണ്ടത്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചാൽ സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക, എപ്പോഴും റിലേറ്റ് ചെയ്ത് പഠിക്കുക, ചുമ്മാ പറയുന്നതല്ലാണ്ടോ, റിലേറ്റ് ചെയ്ത് പഠിക്കുക. സപ്പോസ് ഓപ്പറേഷൻ ടീച്ചർ ആണ് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കുക അല്ലെ. ടെക്സ്റ്റ് അത് വായിക്കുമ്പോൾ കൂടെ നിങ്ങളൊന്ന് ആലോചിക്കുകയും ചെയ്യുക, ഇമാജിൻ ചെയ്ത് പഠിക്കുക. കറക്റ്റ് എല്ലാം റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന, ഒരിക്കലും മറക്കുകയുമില്ല. ഓക്കെ, ഇനി ഇപ്പോ നിങ്ങൾക്ക് ടെക്സ്റ്റില് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവായിരിക്കും. ഓക്കെ, സോ എക്സ്ട്രാ അഡീഷണൽ കുറച്ച് നോളജുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, എല്ലാ ടീച്ചേഴ്സും അവരുടേതായ പോർഷൻസ് എടുത്ത് പോകുന്നുണ്ട്. പറയാനുള്ളത് ഇപ്പൊ എല്ലാ ടീച്ചേഴ്സിനും എടുക്കേണ്ട പോർഷൻസ് ഉണ്ട്, അവർക്ക് കവർ ചെയ്ത ടൈം ഉണ്ട്. ആ ലിമിറ്റ്സിനുള്ളിൽ എല്ലാ ടീച്ചേഴ്സും കവർ ചെയ്തേ പറ്റും. അതുകൊണ്ട് ടീച്ചേഴ്സ് മാക്സിമം സ്പീഡ് കുറച്ച് തന്നെയാണ് പോകുന്നത്. സ്പീഡിലൊന്നും എല്ലാ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എന്നാൽ അവർ മാക്സിമം പറഞ്ഞു തരുന്നുണ്ട്. അഥവാ ഇത് നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചോ എന്തിനെ കുറിച്ചോ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിരുന്നു സെർച്ച് ചെയ്യാം കേട്ടോ. സോ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാ പിന്നെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിച്ചാൽ പോരെ എന്ന് ചിന്തിക്കും. അതിനു വേണ്ടി പറഞ്ഞതല്ല. ഓക്കെ, ഞാൻ ഇപ്പൊ HA മാത്രമല്ല, ഞാൻ മോണ്ടിസോറിയും എല്ലാം ഞാൻ എടുക്കുന്ന ടീച്ചറും കൂടെയാണ് കേട്ടോ. സോ അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മള് പഠിക്കുമ്പോ നമ്മള് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്, അത് ഓക്കെയാണ്. പക്ഷെ ആ ഒരു അറിവ് മാത്രം നമുക്ക് പോരാ, നമുക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണം അല്ലെ. സോ ഇത് ചെയ്യണം, നിങ്ങൾ സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ റെഫർ ചെയ്യുക, സെർച്ച് ചെയ്യുക, പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റൂ. അല്ലാതെ എപ്പോഴും ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ,
ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം, അഡ്വൈസ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം, അത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഓക്കെ, അതായത് പഠിപ്പിക്കുക, ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ നിങ്ങൾ സ്വയം കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, നിങ്ങൾ സപ്പോസ് ഇപ്പൊ ഇനി ഇതെല്ലാം കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോകുന്നവരാണ് അല്ലെ. അപ്പോ അവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ എന്തെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, എല്ലാ കാര്യത്തിനെ കുറിച്ച് നമുക്ക് അവയർനെസ് എപ്പോഴും ആവശ്യമാണ്, എല്ലാ കാര്യങ്ങളും അറിയേണ്ടത് ആവശ്യമാണ്. സോ ഒരുപാട് കാര്യങ്ങൾ സ്വയം പഠിക്കാട്ടോ, സെർച്ച് ചെയ്യുക. ഇതിൽ പറയുന്ന ഓരോ മെഡിക്കൽ ടേം ആണെങ്കിലും ഓരോ മെഷീൻസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോ ക്ലാസ്സിൽ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. അതിനപ്പോ നിങ്ങൾ വിചാരിക്കല്ലേ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് ഓക്കെ അത് റീഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇമേജ് അടക്കം കിട്ടും. മനസ്സിലായോ? ശരിയാണ്, ഇമേജ് അടക്കം കിട്ടും. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ അത് ഉണ്ടാവും, ഒരിക്കലും നിങ്ങൾ മറക്കില്ല. അതുകൊണ്ട് ടീച്ചേഴ്സിന് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഇപ്പോ അതിന്റെ ഇമേജ് കാണിക്കാനൊന്നും നടക്കുന്ന കാര്യമില്ല. ഇപ്പൊ എന്റെ ഫോണിലാണെങ്കിൽ എനിക്ക് സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. അത് എത്രത്തോളം ക്ലിയർ ആണ്, നിങ്ങൾ എത്രത്തോളം എന്റെ വീഡിയോ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. സോ നിങ്ങൾ തന്നെ മാക്സിമം പഠിക്കാൻ നോക്കാട്ടോ. ഓക്കെ, അഡ്വൈസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നിങ്ങൾ സ്വയം പഠിക്കണം, എല്ലാം നിങ്ങൾ സ്വയം പഠിക്കണം എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഞങ്ങളെ കൊണ്ടാവുന്ന ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടേതായ വഴിയിലൂടെയും കുറെ കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, അത് നിങ്ങളുടെ ഫ്യൂച്ചറിനും കൂടെ നല്ലതാണ്. ഏതൊരു കാര്യം കേട്ടോ, ഇതിപ്പോ ഹോസ്പിറ്റൽ ഫീൽഡോ സബ്ജക്ട് വൈസ് അത് ഏതാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഒന്ന് പഠിക്കാൻ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടോ? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങള്? കാരണം നമുക്ക് ക്ലാസ്സിൽ കണ്ടൊരു കാര്യമാണ്, ജസ്റ്റ് ഇത് മനസ്സിലാവുന്നില്ല, ആ പോയിന്റ് അറിയില്ല, ഈ പോയിന്റ് അറിയില്ല എന്ന് പറയുമ്പോൾ ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നത് ടീച്ചേഴ്സിന്റെ പോർഷനിൽ പറഞ്ഞു തരാനായിരിക്കും. പക്ഷേ അതിലേക്കും കൂടെ ഏറ്റവും ബെറ്റർ നിങ്ങൾ സെർച്ച് ചെയ്യും, പെട്ടെന്ന് അറിയാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിക്ചർ അടക്കം ഉണ്ടാകും, അതിന്റെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ടാകും. അതൊന്നും ക്ലാസ്സിൽ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. സപ്പോസ് ഞാനത് വന്ന് ക്ലാസ്സിൽ പറഞ്ഞാലും നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാവണമെന്നില്ല. ഓക്കെ, കാരണം അറിയാലോ, നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, ക്ലാസ്സിൽ ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ക്ലാസ്സിൽ ആരൊക്കെയുണ്ട് ഇതൊന്നും എനിക്ക് അറിയില്ല. ഓക്കെ, അതുകൊണ്ട് ഇപ്പോ 1 hour കഴിഞ്ഞു, നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. കുഴപ്പമുണ്ടോ? സഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ബോറിംഗ് ആണോ ക്ലാസ്? ടു ബി ഫ്രാങ്ക് ചോദിക്കാണ് കേട്ടോ, ബോറിംഗ് ആണോ? പക്ഷെ നമുക്ക് സംസാരിച്ചാലോ? റെസ്റ്റ് എടുക്കാം, എന്നിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? പറയൂ, ക്ലാസ് എങ്ങനെയുണ്ട്? ബോറിംഗ് ആണോ? ബോറടിക്കുന്നുണ്ടോ നമുക്ക്? ഉണ്ടെന്നില്ല, സംസാരിക്കും. ഇല്ല മാം, ബോറിംഗ് ഒന്നും അല്ല, നല്ല രീതിയിൽ പോകുന്ന ക്ലാസ്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഒന്ന് സോൾവ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ചിലപ്പോ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടും ചെല്ലാട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടീച്ചേഴ്സിന് പറഞ്ഞു തരാനോ പഠിപ്പിക്കാനോ മടിയായിട്ട് പറയുന്നതല്ല. അവരുടേതായ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ കുറച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് സെർച്ച് ചെയ്യും. ഓക്കെ, ഞാൻ എന്റെ എല്ലാ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഒരുപാട് ഡൗട്ട്സ്, ഇപ്പൊ ഹരിത ചോദിക്കുന്ന പോലെ ഒരുപാട് ഡൗട്ട്സ് എനിക്ക് വരാറുണ്ട്. ഞാൻ ആ ഡൗട്ട്സ് ചോദിക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതോറും നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോർഷൻസ് എടുത്ത് തീർക്കണം. മാക്സിമം പറ്റാവുന്ന എല്ലാ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അല്ലെ. സോ അങ്ങനെ ഡൗട്ട്സ് ചോദിക്കുന്നതും വളരെ നല്ലൊരു കാര്യം, ഡൗട്ട്സ് വരുന്നതും നല്ല കാര്യമാണ്. ആ ഡൗട്ട്സ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ആ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. മനസ്സിലായോ? ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തന്നാലും ചിലപ്പോൾ നിങ്ങൾ മറക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മറക്കില്ല കേട്ടോ. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, അങ്ങനെ തന്നെയാണ്, ഒരിക്കലും മറക്കില്ല. പക്ഷെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് മറക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യണം? കുറച്ച് റെസ്റ്റ് വേണം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ? പറയോ ഇനി റെസ്റ്റ് ആണോ അല്ലെങ്കിൽ സംസാരിക്കണോ? ഞാൻ എന്തിനും റെഡിയാണ്.
ക്ലാസ് എടുക്കാം, നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് വേണം. ഓക്കെ, അപ്പോ പിന്നെന്താണ്, പിന്നെന്താ പറയണമെന്നായിരുന്നല്ലോ. പൊതുവെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് സംസാരിക്കാറില്ല അല്ലെ, സംസാരിക്കാനുള്ള സമയമില്ലല്ലോ അല്ലെ. ക്ലാസ് എടുക്കണം, പോർഷൻസ് തീർക്കണം, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാക്കി തരണം എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. മോം ടെസ്റ്റ് മോഡലാ എക്സാം ഉണ്ടാവാ? മോം ടെസ്റ്റ് മോഡലാ എക്സാം ഉണ്ടാവാ? എന്ത് മോഡല്? മോം ടെസ്റ്റിൽ ഇപ്പൊ വരുന്നില്ല, നമുക്ക് എക്സാം ടെസ്റ്റ് ചെയ്തില്ല. അതേപോലെ തന്നെ MCQ ആണ്, ഓപ്ഷൻസ് ഉണ്ടാകും, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചോണ്ട, ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ മോക്ക് ടെസ്റ്റ് എങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ടെക്സ്റ്റ് വായിച്ച ഒരു കുട്ടിക്ക് ശരിക്കും ഒരു മോക്ക് ടെസ്റ്റ് ശരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. നന്നായിട്ട് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കണക്ഷൻ ആവശ്യമാണ്. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചോ, ഓരോ ചാപ്റ്ററും ഓരോ വേർഡ്സും എല്ലാം നമുക്ക് ഫെമിലിയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇപ്പോ പഠിക്കുന്നത്, ഇപ്പോ എന്നല്ല, നിങ്ങൾ എപ്പോഴും ഇതുവരെയും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എക്സാമിന് വേണ്ടിയാണ്. ശരിയല്ല? ശരിയാണ്, നിങ്ങൾ അല്ലാന്ന് പറഞ്ഞാലും ശരിയാണ്. എക്സാമിന് വേണ്ടിയാണ് എല്ലാവരും പഠിക്കുന്നത്. കോളേജിലാണെങ്കിലും പ്ലസ് 1 പ്ലസ് 2 ആണെങ്കിലും 10th ആണെങ്കിലും അല്ലെ, എക്സാം രക്ഷപ്പെടാണ്ട് എക്സാം ആണ്, എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നത്. അങ്ങനെയും വേണം. പക്ഷേ നിങ്ങളിപ്പോ വർക്ക് ചെയ്യാണ്, നിങ്ങൾ ജോലി കിട്ടി വർക്കിംഗ് ആണെങ്കിൽ അവിടെ എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പഠിച്ച അറിവുകളാണ് അത് ആവശ്യം. അപ്പോ എക്സാമിന് വേണ്ടി പഠിക്കുന്ന കാര്യങ്ങളെല്ലാരും മനസ്സിലാക്കി പഠിക്കും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് സെർച്ച് ചെയ്യാം. ഇനി ഓപ്പറേഷൻ തിയേറ്റർ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ. ഒരു വീഡിയോ നമുക്ക് ഒരുപാട് സെൻസ് അല്ലെ, നമ്മുടെ 5 സെൻസസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന രീതികൾ എങ്ങനെയാണ്? ചിലര് ഒച്ചില്ലാതെ ചുമ്മാ വായിച്ചു നോക്കി പഠിക്കും, ചിലർ സൗണ്ടിൽ വായിക്കും അല്ലെ, ചിലർ എഴുതിക്കൊണ്ട് പഠിക്കും, ചിലർക്ക് എന്താണ് വീഡിയോ കണ്ട് പഠിക്കുമ്പോൾ ആ വിഷൻ ഉൾപ്പെടെ നമുക്ക് വരുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ പെട്ടെന്ന് രജിസ്റ്റർ, ബ്രെയിനിൽ പെട്ടെന്ന് രജിസ്റ്റർ, ഒരിക്കലും മറക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പഠിക്കാം. ഓക്കെ, എല്ലാണ് കേട്ടോ, എല്ലാരും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. മ്യൂട്ട് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്താൽ മ്യൂട്ട് ചെയ്യാം മറക്കരുത്. ഓക്കെ, ഭയങ്കര ഡിസ്റ്റർബൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ റെഡി ആണോ? നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോയാലോ? പോവാം. അതിനിടയിൽ കുറച്ച് ബ്രേക്ക് തരാൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചാപ്റ്റർ. ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണോ കേട്ടോ. എന്താണെങ്കിൽ എന്നോട് ഓപ്പൺ ആയിട്ട് തന്നെ പറയണേ. നെക്സ്റ്റ് ചാപ്റ്റർ മൊഡ്യൂൾ 1 ചാപ്റ്റർ 30 വെന്റിലേറ്റർ. ഓക്കെ, എന്താണ് വെന്റിലേറ്റർ? എന്താണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ വെന്റിലേറ്റർ എന്ന് പറയുന്നത് അല്ലെ. വെന്റിലേറ്റർ എന്താ? ഒരു എക്യുപ്മെന്റ് ആണ്, ഒരു മെഷീൻ ആണെന്ന് പറയാം. വെന്റിലേറ്റർ ഇസ് എ മെഷീൻ, എക്യുപ്മെന്റ് ആണ്. യെസ്, ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. A medical ventilator is an equipment that assists the lungs work. It can be a life-saving machine if the patient is in a condition that makes it hard to breathe properly or when can't breathe at all. A ventilator helps to pump air in and out of the lungs so the body can get the oxygen it requires. The patient may wear a befitting mask to help get oxygen from the ventilator into the lungs. Or if the patient's condition is more critical, a breathing tube may be pressed down to the throat to supply lungs with oxygen. വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ?
കുറച്ചൊക്കെ മനസ്സിലായില്ലേ അല്ലെ? മനസ്സിലായോ? ഇല്ലേ? കുറച്ചെങ്കിലും. ഞാൻ ഈ സബ്ജക്ട് അല്ലാത്തൊരു കാര്യം ഞാൻ പറയുന്നത്, നിങ്ങളുടെ എല്ലാ ടെക്സ്റ്റും ഇംഗ്ലീഷിലാണ് അല്ലെ? പൊതുവെ എല്ലാവരും ഇംഗ്ലീഷ് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണെന്നറിയോ? ഫുൾ സ്റ്റോപ്പോ, ഫുൾ സ്റ്റോപ്പ് ഉള്ളത് ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകും, അപ്പോഴായിരിക്കും നിങ്ങൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അതായത് ശ്രദ്ധിച്ചോട്ടോ, a medical ventilator is an equipment that is the lungs work. It can be a life-saving machine if the patient is in a condition that makes it hard to breathe properly or when can be breathed at all. ഇങ്ങനെയും വായിക്കാം, അല്ലെങ്കിൽ it can be a life-saving machine if the patient is in a condition that it makes it hard to breathe properly or when can't breathe at all. ഇങ്ങനെയും പറയും. ഏതാണ് നല്ലത്? പറ്റുമോ? ഏതാണ്? Which is better one? Second or first? Second one എന്ന് പറയുന്നത് നമ്മൾ മീനിങ് മനസ്സിലാക്കി വായിക്കുന്നു. അങ്ങനെ വായിക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, എപ്പോഴും അങ്ങനെ വായിക്കാൻ ശ്രദ്ധിക്കും. സബ്ജക്ട് വൈസ് ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം അല്ലെങ്കിൽ പോലും നിങ്ങൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിക്കുന്നവരാണ്. വായിക്കുമ്പോൾ എപ്പോഴും സ്റ്റോപ്പ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ചെയ്യുക, ജസ്റ്റ് സ്ലോ ചെയ്യേണ്ടത് സ്ലോ ചെയ്യുക. അങ്ങനെ വായിച്ചു പോവാണെങ്കിൽ പെട്ടെന്ന് മീനിങ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, പക്ഷെ നിങ്ങൾ വായിക്കുന്നതിന്റെ പ്രോബ്ലം ആണ്. സ്പീഡിലെങ്കിലും വായിച്ചു പോകും. അങ്ങനെയല്ല, സ്ലോ ചെയ്യേണ്ടത് സ്ലോ ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ചെയ്യണം. എന്നാൽ അതിന്റെ മീനിങ് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ വെന്റിലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. എന്താണ്? ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. ലങ് വർക്കിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അസിസ്റ്റ് മീൻസ് സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ ലൈഫ് സേവിംഗ് മെഷീൻ. അതൊരു ലൈഫ് സേവിംഗ് മെഷീൻ കൂടിയാണ് അല്ലെ? Then if the patient is in a condition that makes it hard to breathe properly, അതായത് പേഷ്യൻസിന്റെ കണ്ടീഷൻ ശ്വസിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായ കണ്ടീഷൻ ആണെങ്കിൽ, ഓക്കെ, പേഷ്യൻസ് നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല, ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, അത് കുറച്ചുകൂടി ഹാർഡാണ്, അത് ബ്രീത്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായ ഒരു കണ്ടീഷനിലാണെങ്കിൽ, when can't breathe at all, അത് ഇതാണ്, ശ്വസിക്കാൻ പറ്റില്ല അല്ലെ? സോ അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ലൈഫ് സേവിംഗ് മെഷീൻ ആണ് ഈ പറയുന്ന വെന്റിലേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. The ventilator has to pump air in and out of the lungs so the body can get oxygen. അതായത് ഈ പറയുന്ന വെന്റിലേറ്റർ മെഷീൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് എന്തെങ്കിലും കാരണത്താൽ ഒരുപാട് കാരണങ്ങൾ വരും, ഒരുപാട് അസുഖങ്ങൾ വരും. നമ്മുടെ ശ്വാസകോശവുമായി സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല അല്ലെ? ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇപ്പൊ കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസ്, കോൺഷ്യസ് ആയ പേഷ്യൻസ് ഉണ്ടാകും, അൺകോൺഷ്യസ് ആയ അബോധാവസ്ഥയിലായ പേഷ്യൻസ് ഉണ്ടാകും, ബോധാവസ്ഥയിലുള്ള പേഷ്യൻസ് ഉണ്ടാകും. ഇപ്പൊ എനിക്ക് സപ്പോസ് എനിക്ക് ഇപ്പോ ശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ബോധമാണ്, എനിക്ക് കോൺഷ്യസ് ആണ് ഞാൻ അല്ലെ? സോ എനിക്ക് പറ്റുന്നില്ല, പെട്ടെന്ന് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്ന എന്തായാലും അവിടെ വീഴും, പഴഞ്ഞു വീഴുമല്ലോ അല്ലെ? അപ്പൊ എന്താണ്, നമുക്ക് ബോധത്തോടെ നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? വെന്റിലേറ്ററിന്റെ സഹായത്തോടെ നമ്മൾ ശ്വസിക്കും. കാരണം മെഷീൻ നമ്മളെ അത് ശ്വസിക്കാം, നമ്മള് ഇപ്പൊ പറയുന്ന ബ്രെത്ത് എന്നാണ് പുറത്തോട്ടും ഇടത്തോട്ടും വിടാനുള്ള രീതിയിൽ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ. അപ്പൊ എന്താ ചെയ്യാ? രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അൺകോൺഷ്യസ് ആണെങ്കിൽ ജസ്റ്റ് ട്യൂബ് അകത്തോട്ടിട്ടിട്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റും. ഓക്കെ, ഇനി അഥവാ ഒട്ടും പറ്റാത്തൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഈ പറയുന്ന ത്രോട്ടിലേക്ക് അല്ലെ, നമുക്ക് കുറച്ച് കോൺഷ്യസ് ആണെങ്കിൽ നമുക്ക് മാസ്ക് വെച്ചാൽ മതിയാകും, ശ്വസിക്കാനായിട്ട് മാസ്ക് വെച്ചാൽ മതിയാകും. ഓക്സിജൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ മാസ്ക് വെച്ചാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റും. ഇനി അഥവാ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ, അൺകോൺഷ്യസ് ആണെങ്കിൽ അവർക്കൊട്ടും അതുപോലും പറ്റില്ല അല്ലെ? അപ്പൊ എന്താ, ത്രോട്ടിലേക്ക് ഒരു ട്യൂബ് ഇടും അല്ലെ? ഒരു ട്യൂബ് ഇട്ടിട്ട് അതിലൂടെ നമുക്ക് എന്താണ് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ പറ്റും, ലങ്സിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ വെന്റിലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അതായത് കോൺഷ്യസ് ആയ പേഷ്യൻസിന് ജസ്റ്റ് ഒരു കറക്റ്റ് ഒരു ഫിറ്റിംഗ് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓക്സിജൻ കൊടുക്കാൻ പറ്റും, ലങ്സിലേക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഒട്ടും പറ്റാത്തൊരു അൺകോൺഷ്യസ് ആയ ഒരു പേഷ്യൻസ് അഥവാ ക്രിട്ടിക്കൽ ആണ്, അവർക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് ട്യൂബ് അല്ലെ ത്രോട്ടിലേക്ക് ട്യൂബ് ഇട്ടിട്ട് അതിലൂടെ ഓക്സിജൻ ലങ്സിലേക്ക് സപ്ലൈ ചെയ്യും. ഇങ്ങനെ
പേഷ്യൻസിന്റെ ജീവൻ നിലനിർത്താനും അവർക്ക് പെട്ടെന്ന് ഈസിലി ശ്വസിക്കാനും പറ്റുന്ന തരത്തിലുള്ള അങ്ങനെ ശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആരോഗ്യശ്വാസന പ്രക്രിയ നല്ല രീതിയിൽ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള മെഷീൻ കൂടിയാണ് ഈ പറയുന്ന വെന്റിലേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ? മനസ്സിലായോ? വെന്റിലേറ്റർ എന്താണെന്ന് മനസ്സിലായോ? Ventilator helps to pump air in and out of the lungs. അകത്തോട്ട് പമ്പ് ചെയ്യാനും പുറത്തോട്ട് പമ്പ് ചെയ്യാനും പറ്റുന്ന ഒരു മെഷീനാണ് പറയുന്ന വെന്റിലേറ്റർ. ഓക്കെ. ഇനി വെന്റിലേറ്റർ ഈസ് ഓൾസോ നോൺ ബൈ ദ അതർ നെയിംസ്. ദേ ആർ രണ്ട് രീതിയിൽ നമുക്ക് വെന്റിലേറ്റർ എന്ന് പറയാം. ബ്രീത്തിങ് മെഷീൻ ആൻഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ. ഈ രണ്ട് പേരും കൂടെ ഈ വെന്റിലേറ്റർ ഉണ്ട് കേട്ടോ. പഠിച്ചു വെക്കാം കേട്ടോ. എന്താണ് പേരെന്താണ്? ബ്രീത്തിങ് മെഷീൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെന്റിലേഷൻ എന്ന് കൂടെ പറയാറുണ്ട്. ഓക്കെ. ഇനി പറയുന്നത് some of the health conditions that may require ventilation. Different types of health conditions can lead to difficulty in breathing, such as അതായത് താഴെ തന്നിരിക്കുന്ന കുറേ പോയിന്റ്സ് കണ്ടോ, അതെല്ലാം ഒരു രോഗാവസ്ഥയാണ്. നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ടുള്ള രോഗാവസ്ഥകളാണ് താഴെ തന്നിരിക്കുന്നത് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. First one is acute respiratory distress syndrome. ഇതൊരു രോഗാവസ്ഥയാണ്. ഇത് പറയുന്ന എല്ലാ രോഗങ്ങളും, അതായത് താഴെ തന്നിരിക്കുന്ന എല്ലാ രോഗങ്ങളും ഈ നമ്മുടെ ശ്വാസകോശവുമായി അല്ലെങ്കിൽ ലങ്സുമായിട്ട് റിലേറ്റ് ചെയ്ത രോഗങ്ങളാണ് കേട്ടോ, ഡിസീസസ് ആണ്. ഓക്കെ. അപ്പൊ ആദ്യം അത് മനസ്സിലാക്കാം. ലങ്സുമായി റിലേറ്റ് ചെയ്ത ഓരോ അസുഖങ്ങളാണ് എല്ലാം. ഓക്കെ. ഇതിൽ ഒരെണ്ണമാണ് acute respiratory distress syndrome അഥവാ ARDC എന്ന് പറയുന്നത്. It's a life threatening lung injury. ഓക്കെ. ഇത് ശ്വാസകോശത്തിൽ വരുന്ന ബാധിക്കുന്ന ഒരു രോഗമാണ്. അതായത് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ പറയുന്ന ലങ്സിൽ ഫ്ലൂയിഡ്സ് ദ്രാവകം വന്ന് നിറയുന്ന പറയുന്നത്. ഓക്കെ. ആ ഫ്ലൂയിഡ്സ് വന്ന് നിറയുമ്പോൾ നമുക്ക് എന്താണ്, ഓക്സിജൻ കിട്ടില്ല രക്തത്തില്. ഇപ്പോ നമുക്ക് ബ്ലഡിന് ആവശ്യമായ ബ്ലഡിലൊക്കെ എത്തുന്ന രീതിയിലുള്ള ഓക്സിജൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ വരില്ല. ആ ഫ്ലൂയിഡ്സ് വന്ന് നിറയും. ആ ഫ്ലൂയിഡ്സ് വന്ന് നിറയുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടില്ല. അങ്ങനെ വരുന്നൊരു രോഗമാണ്. അങ്ങനത്തെ ആ ഒരു ടൈപ്പ് അസുഖത്തെയാണ് ഈ പറയുന്ന അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം അഥവാ ARDC എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന് വരുന്ന ലക്ഷണങ്ങളുണ്ട്. അത്യാവശ്യം ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ എന്താണ് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്ന നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ്ലി നമ്മൾ ശ്വാസം വലിക്കില്ല. അതൊക്കെ ഒരു ലക്ഷണമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹേർട്ട് റേറ്റ് ഹൃദയമിടിപ്പ് മുഖ്യമായിട്ട് കൂടും. ഓക്കെ. അതുപോലെ നമ്മുടെ സ്കിന്നിന് കളർ മാറും. അറിയാലോ, ഓക്സിജൻ വന്നില്ലെങ്കിൽ സ്കിന്നിന് കളർ മാറും അല്ലെ. പിന്നെ പറയുന്നത് ഇതൊക്കെയാണ് എന്താ സിംറ്റംസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ലെൻസില് ഫ്ലൂയിഡ്സ് വന്നിട്ട് നമുക്ക് ഓക്സിജൻ അതായത് ശ്വാസം എടുക്കാൻ പറ്റില്ല. ഓക്സിജൻ സപ്ലൈസ് നടക്കില്ല. രക്തത്തിലേക്ക് ബ്ലഡിലേക്ക് ഓക്സിജൻ സപ്ലൈസ് നടക്കില്ല. സോ അങ്ങനെ വരുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ ARDC DS എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് ഈ വെന്റിലേറ്റർ അത്യാവശ്യമാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഡിസീസ് ലൈക്ക് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഓർ COPD വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ. സെയിം തന്നെയാണ്. ഇപ്പൊ ഈ പറയുന്നത് ലങ് ഡിസീസ് ആണ്. എയർ ഫ്ലോ നമ്മുടെ എയർ ഫ്ലോ ലിമിറ്റ് ചെയ്യും. നമുക്ക് പറയുന്ന അതായത് ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രീതിങ് കൺട്രോൾ വരും. ഒരുപാട് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. സോ ഇത് മെയിൻലി വരുന്നത് നമ്മുടെ ഈ പറയുന്ന എംഫസീമ അല്ലെ, പുകവലി മൂലം വരുന്ന രോഗങ്ങളില്ല. അതുപോലെ തന്നെ ഒരു അസുഖമാണ് ഇത്. എംഫസീമ, ബ്രോങ്കൈറ്റിസ് ഒക്കെ പോലുള്ള ഒരു തരത്തിലുള്ള ഒരു രോഗം കൂടിയാണ്. അത് മെയിൻലി വരുന്നത് നമ്മുടെ പുകവലി സ്മോക്കിങ്ങിലൂടെയാണ് ഇങ്ങനത്തെ അസുഖം വരുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന മ്യൂക്കസ് കഫത്തോടു കൂടിയുള്ള ചുമ, ശ്വാസതടസ്സം, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ്സ് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ്സ് ഒന്നുമില്ല. അപ്പൊ പറയുന്ന പുകവലി അവോയ്ഡ് ചെയ്യുക പറയുന്നതാണ് ഒരു മെത്തേഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ എല്ലാം എന്താണ് ലങ്സുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ്, ശ്വാസമെടുക്കാൻ പറ്റാത്ത അസുഖങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന രോഗത്തിന് നമുക്ക് ഈ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാണ്. അല്ലാതെ നമുക്ക് ഒരിക്കലും ശ്വാസം ശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ആസ്മ അറിയാലോ അല്ലെ, അതും നമുക്ക് ലങ്സിൽ വരുന്ന അസുഖമാണ്. അതുപോലെ ശ്വാസം എടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അതുപോലെ ബ്രെയിൻ ഇഞ്ചുറി, എന്തെങ്കിലും തരത്തിലുള്ള ബ്രെയിൻ ഇഞ്ചുറി വരികയാണെങ്കിൽ, ബ്രെയിനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് അപകടങ്ങൾ വരികയാണെങ്കിൽ പോലും നമ്മൾ അൺകോൺഷ്യസ് ആയി പോകും അല്ലെ.
ബോധരഹിതനായി പോകുന്നത്. ബ്രെയിൻ എന്തെങ്കിലും ഇഞ്ചുറീസ് വരാണെങ്കിൽ നമുക്ക് ബോധം ഉണ്ടാകില്ലല്ലോ. ആ ബോധം ഇല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റും ഇല്ല. അപ്പോഴും നമുക്ക് ഈ പറയുന്ന വെന്റിലേറ്ററിന്റെ ആവശ്യം വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാണ്. അതുപോലെ തന്നെ കാർഡിയക് അറസ്റ്റ് പറ്റാത്ത വരുന്ന സമയത്താണെങ്കിലും ഈ പറയുന്ന വെന്റിലേറ്റർ ആവശ്യമാണ്. ന്യൂമോണിയ അല്ലെ, ന്യൂമോണിയ അറിയാലോ, നമ്മൾ ശ്വാസകോശത്തിൽ കഫം വന്ന് നിറയുമ്പോൾ പറ്റുന്ന ഒരു അസുഖമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല അല്ലെ. അതിലും നമുക്ക് ഇത്രയും ക്രിട്ടിക്കൽ ആണെങ്കിൽ ന്യൂമോണിയ, ചെറിയ ന്യൂമോണിയ ആണെങ്കിൽ നമുക്ക് മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റും. പക്ഷെ ഇത്രയും ക്രിട്ടിക്കൽ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാണ്. അതുപോലെ ലങ്സ് ക്ലാർക്സ് നശിച്ചു പോയാൽ, ശ്വാസകോശം നശിച്ചു പോയാലും പറയുന്ന സാധനം ആവശ്യമാണ് അല്ലെ. സ്ട്രോക്ക് വന്നാൽ ആവശ്യമാണ്. കോമ, ലോസ് ഓഫ് കോൺഷ്യസ്നസ്, കോമയിൽ പോവാണെങ്കിൽ അബോധാവസ്ഥയിലാവാണെങ്കിൽ വെന്റിലേറ്റർ ആവശ്യമാണ്. ഡ്രഗ് ഓവർഡോസ്, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് അല്ലെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ എന്താണ് അൺകോൺഷ്യസ് ആവാണ് കേട്ടോ. ഇതിൽ നടക്കുന്നത് അൺകോൺഷ്യസ് ആവാണ്. എന്ത് തരത്തിലുള്ള രോഗം വന്നാലും നമ്മൾ അബോധാവസ്ഥയിലാവുകയാണ്. സോ അങ്ങനെ അബോധാവസ്ഥയിലാകുമ്പോൾ നമുക്ക് സ്വയം ശ്വസിക്കാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാണ് കേട്ടോ. പിന്നെ പറയുന്ന ഒരു രോഗമാണ് ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ. ഹൈപ്പർ കാപ്നിക് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നമുക്ക് ശ്വസനത്തിലൂടെ ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പുറന്തള്ളാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അതായത് നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ ആണെങ്കിൽ പുറന്തള്ളുന്നത് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ശ്വസിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ നമ്മൾ ശ്വസിക്കുന്നത് പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചും നമ്മൾ എന്താണ് പുറന്തള്ളണം അല്ലെ, പുറത്തോട്ട് വിടണം. സോ അങ്ങനെ പറ്റാത്ത ഒരു തരത്തിലുള്ള അവസ്ഥയാണ് ഈ പറയുന്ന ഹൈപ്പർ കാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇതിപ്പോ എന്താണ്, നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ തന്നെ ശ്വസന പമ്പിലെ പ്രശ്നങ്ങൾ, പലതരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെ. അങ്ങനെയാണ് നമുക്ക് ശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നത്. ഈ പറയുന്ന വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായി വരുന്നത് കേട്ടോ. ലങ് ഇൻഫെക്ഷൻ, എന്തെങ്കിലും തരത്തിലുള്ള ശ്വാസകോശത്തില് എന്തെങ്കിലും അണുബാധ വന്നാല് അല്ലെ, ലങ്സിലെ ഇൻഫെക്ഷൻസ് വന്നാല് നമുക്ക് ഈ പറയുന്ന ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും അല്ലെ. പിന്നെ ഒരു രോഗമാണ് മൈസ്തീനിയ ഗ്രേവ്സ്. മൈസ്തീനിയ ഗ്രേവ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഡിസീസ് ആണ്. ഇറ്റ്സ് എ കോസ് ഓഫ് pulmonary muscles leading to symptoms like double vision, drooping eyelids. അതായത് ഈ രോഗം വരുമ്പോൾ നമുക്ക് നമ്മുടെ പേശികള് മസിൽസിന് കുറച്ചൊരു ബലഹീനത തോന്നും. ഓക്കെ, മസിൽസിന് ബലമില്ലാത്ത പോലെ തോന്നും. അതുപോലെ തന്നെ കാഴ്ച ഡബിൾ വിഷൻ നമുക്ക് വരും, ഡബിൾ വിഷൻ വരും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കണ്ണുകൾ തൂങ്ങുന്ന പോലെ തോന്നും, കിടക്കുന്ന കൺപോളകളോ ആ ഒരു തോന്നൽ നമുക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഭക്ഷണങ്ങൾ വിഴുങ്ങാൻ ബുദ്ധിമുട്ട് വരും, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരും, സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻസ് വരുന്ന ഒരു രോഗാവസ്ഥ കൂടിയാണ് ഈ മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ശ്വാസകോശവുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള ഒരു അസുഖം കൂടിയാണ് കേട്ടോ. ഓക്കെ, then sepsis and infection in your blood. Sepsis എന്ന് പറയുന്നത് it's also a life threatening condition. ഓക്കെ, നമുക്ക് ജീവന അപകടം ഉള്ളൊരു തരത്തിലുള്ളൊരു കണ്ടീഷൻ കൂടിയാണ്, അങ്ങനത്തെ ഒരു രോഗം കൂടിയാണ്. ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയില് ബ്ലഡ്സിൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ അത് റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഓരോ ടിഷ്യൂസ് ആണെങ്കിലും ഓർഗൻസ് ആണെങ്കിലും ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുകയും നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതാകുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ വെന്റിലേറ്റർ ആവശ്യമാണ് അല്ലെ. ശ്വസിക്കാൻ പറ്റാത്തൊരു അങ്ങനത്തെ ഒരു അവസ്ഥ വരും. ഇപ്പൊ അതില് നമുക്ക് പനി വരാൻ ചാൻസ് ഉണ്ട്. സിംറ്റംസ് ആണ്, പനി വരാൻ ചാൻസ് ഉണ്ട്, പനി ഒന്ന് വിറയ്ക്കാൻ ചാൻസ് ഉണ്ട്, നമുക്ക് നല്ല തണുപ്പ് തോന്നാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് സ്പീഡില് റാപ്പിഡ് ബ്രീത്തിങ് ആവശ്യമായിട്ട് വരും അല്ലെ. പെട്ടെന്ന് ശ്വാസം എടുക്കുന്ന പോലെ അങ്ങനത്തെ തോന്നും. പിന്നെ അതുപോലെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആകും, നമ്മുടെ പൾസ് വീക്ക് ആകും. ഇതൊക്കെ എന്താണ് പറയുന്ന ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇതിനെല്ലാനും ഇങ്ങനത്തെ രോഗങ്ങളെല്ലാം വന്നാലും നമുക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. സോ അതുകൊണ്ട് തന്നെ വെന്റിലേറ്റർ ആവശ്യമാണ്. then upper spinal cord injuries, then premature lung development. ഇതെല്ലാം എന്താണ് ലങ്സുമായി ബന്ധപ്പെട്ടതല്ല. ഇപ്പൊ അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് വരികയാണെങ്കിൽ അറിയാലോ, കുറച്ച് നമുക്ക് അൺകോൺഷ്യസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് അപ്പോഴും ഈ പറയുന്ന
വെന്റിലേറ്റർ ആവശ്യമാണ്. അതുപോലെ പ്രീമെച്ചുവർ ലങ് ഡെവലപ്മെന്റ്, ബേബീസിൽ പ്രീമെച്ചുവർ ബേബീസിൽ നമ്മുടെ ശ്വാസകോശം രീതിയിൽ ചിലപ്പോൾ വളർച്ച വന്നിട്ടുണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. പ്രീമെച്ചുവർ ബേബീസിൽ അല്ലെ, എല്ലാ ബേബീസിലല്ല, ചില സം കേസസിൽ. സോ ആ ടൈമിലും ഈ പറയുന്ന വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആയിരിക്കും ആ ബേബീസ് എന്താണ് ശ്വസിക്കുക. കാരണം അവരുടെ ലങ്സ് കുറച്ചുകൂടെ വളരാൻ ഉണ്ട് അല്ലെ, ആ പൂർണ്ണ വളർച്ച എത്തുന്നത് വരെയും നമുക്ക് ഈ വെന്റിലേറ്ററിന്റെ ആവശ്യം ഉണ്ടാകും, വേണം. അപ്പൊ ഇത്രയും കേസസിലാണ് നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇതെല്ലാം ഒരു ഹെൽത്ത് കണ്ടീഷൻസ് ആണ്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് ഉണ്ട്. അത് അല്ലാതെ നമ്മൾ അൺകോൺഷ്യസ് ആകുന്ന കണ്ടീഷൻസ് ഉണ്ട്. അൺകോൺഷ്യസ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ശ്വാസം എടുക്കാൻ ശ്വസിക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് എന്താണ്, വെന്റിലേറ്റർ ചെയ്യാതെ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, ഓരോ രോഗത്തെ കുറിച്ചും അത്യാവശ്യം നല്ല രീതിയിൽ അറിവുണ്ടാകും കേട്ടോ. ഇപ്പൊ ഞാൻ ഓരോ രോഗങ്ങളും പറഞ്ഞു, അല്ലെ, ഓരോ അസുഖങ്ങൾ പറഞ്ഞു. ARDS എന്താണ്, ARDS എന്താണ്, COPD എന്താണ്, ആസ്മ, എല്ലാത്തിനെ കുറിച്ചും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് അറിവുകൾ ഉണ്ടാകും. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കുറച്ച് എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് ARDS, വാട്ട് ഈസ് ARDS എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ബോധവാന്മാരായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ശരിയല്ലേ? അപ്പോ നന്നായിട്ട് എല്ലാത്തിനെ കുറിച്ചും നമുക്ക് അത്യാവശ്യം അറിവുണ്ടാകണം. സെർച്ച് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രമായില്ല, ക്ലാസ് കേൾക്കാം, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ അതിനെ കുറിച്ച് സെർച്ച് കൂടി ചെയ്യുക. എപ്പോഴും അറിവുകൾ അത്യാവശ്യം നമുക്ക് വേണ്ടതല്ലേ, അല്ലെ? ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോടും പറയുന്നത്. എനിക്ക് എന്ത് ഡൗട്ട്സ് വന്നാലും ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് ഞാൻ എന്റേതായ രീതിയിൽ ഇത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ആ ഒരു മെത്തേഡ് പറഞ്ഞു തരുന്നത്. അല്ലാതെ എനിക്ക് പറയാനുള്ള മടി കൊണ്ടൊന്നല്ല, ഞാൻ പറയുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് കൊണ്ട് ഒന്ന് ഫോളോ ചെയ്യും. ഓക്കെ, എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. Next, during surgery, ventilators are needed. Surgery ചെയ്യുന്ന സമയത്ത് നമുക്ക് ventilators ആവശ്യമാണ്, അല്ലെ? അതിനെ കുറിച്ച് നോക്കാം. If the patient is given general anesthesia for a surgical procedure, he is required to be on ventilator while sleeping. This is due to some anesthesia drugs can make it difficult for the patient to breathe properly on his own while in a sleep-like state. അതായത് പേഷ്യൻസ് അനസ്തീഷ്യ ഇപ്പൊ എന്തെങ്കിലും സർജറി ആവശ്യമാണെങ്കിൽ, അല്ലെ, സർജറി ആവശ്യമാണെങ്കിൽ നമ്മുടെ ബോധത്തോടു കൂടി നമ്മള് പേഷ്യൻസിനെ സർജറി ചെയ്യോ, വെക്കില്ല. ഹരിത എന്താണ് ഹരിത പ്ലീസ് പറയണം. നെറ്റ് കണക്ഷൻ പോയി. ഹരിത എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ? അതായത് ഓരോ രോഗത്തെ കുറിച്ചാണ് കേട്ടോ ഹരിത പറഞ്ഞത്. ഇതെല്ലാനും ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഓരോ അസുഖങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പൊ ആസ്മ എന്താണ്, എന്താണ് ആസ്മ? നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പൊ ബ്രെയിൻ ഇഞ്ചുറി, അതായത് ഇപ്പൊ ഈ പോയിന്റ്സ് ആണ് ചോദിക്കുന്നത്. ഈ പോയിന്റ്സ് ആണെങ്കിൽ ഈ വെന്റിലേറ്റർ ആവശ്യമായി വരുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ഏതൊക്കെയാണ്, അല്ലെ? അതാണ് സം കേസസ് ആണ് പറയുന്നത്. പറയുന്ന പോയിന്റ്സ് അത് കുറിച്ചാണ് കേട്ടോ. വെന്റിലേറ്റർ ആവശ്യമായി വരുന്ന കുറച്ച് രോഗാവസ്ഥകളും ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അതിലൊരു കണ്ടീഷൻ ഇപ്പൊ ARDS കുറിച്ചാണ്. ARDS ആണെങ്കിൽ അടുത്ത ചാപ്റ്റർ എടുത്തപ്പോ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഇനി പറഞ്ഞില്ല. എന്താണ് ഹരിത? ഓക്കെ, ഞാൻ എന്താ ഹരിതയോട് പറയുന്നത്? ഞാൻ പുതിയ ചാപ്റ്റർ തുടങ്ങി, ചാപ്റ്റർ 13 വെന്റിലേറ്റർ. അപ്പൊ ഈ സമയത്ത് എവിടെയായിരുന്നു? നെറ്റ് പോയിരുന്നല്ലേ? ഓക്കെ, നെറ്റ് പോയി. ഞാൻ ഇനി പറയില്ല. എന്ത് കഷ്ടാണ്. നോക്കിയേ, ഇത്രയും ഞാൻ പറയണ്ടേ? ഹരിത റെക്കോ ക്ലാസ് ഒന്ന് കാണും കേട്ടോ. ഞാൻ ഈ പോയിന്റ് ആന്ന് വിചാരിച്ചാൽ പോയിന്റ് വേഗം പറയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് നീ പറയണ്ടേ? അതായത് പറയാൻ വെന്റിലേറ്റർ എന്ന് പറയുന്നത് എന്താണ് ഹരിത? വെന്റിലേറ്റർ എന്തിനാണ്? നമുക്ക് ഒരു പേഷ്യന്റ് അപ്പോ നമുക്ക് ശ്വസിക്കാൻ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബ്രീത്ത്, അല്ലെ, ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ
സപ്പോസ് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വന്ന് ഞാൻ ബോധം കിട്ടി വീണോ എന്ന് വിചാരിക്കും. എന്നെ നേരെ കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവരെന്ത് ചെയ്യും? എനിക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യും. കാരണം എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ മാസ്ക് വെക്കും. മാസ്ക് വെച്ചിട്ട് എനിക്ക് ശ്വസിക്കാം. കാരണം കുറച്ച് ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് മാസ്ക് വെച്ചാൽ മതി. അപ്പൊ എനിക്ക് കുറച്ച് ഓക്സിജൻ കിട്ടി, ഞാൻ ശ്വസിക്കുന്നു, എന്റെ ജീവൻ ഓക്കെ. കുറച്ച് നമുക്ക് ശ്വാസം കിട്ടുമ്പോൾ നമ്മുടെ എല്ലാ ഓർഗൻസ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും അല്ലെ. അങ്ങനെ ഞാൻ ഇമ്പ്രൂവ് ആവും, എന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. ഇനിയിപ്പോ ഞാൻ ബോധം കിട്ടി വീണു, ഞാൻ ബോധം ഇല്ല എന്ന് വിചാരിക്കും, അൺകോൺഷ്യസ് ആണ്, ബോധം ഇല്ല എന്ന് വിചാരിക്കും. ഒട്ടും എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റില്ല. മാസ്ക് വെച്ചാലും എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എന്താ ചെയ്യുക? എന്റെ തൊണ്ടയിലേക്ക് ഒരു ട്യൂബ് ഇടും. അതായത് നമ്മുടെ ലങ്സിലേക്ക് കണക്ട് ചെയ്തൊരു ട്യൂബ് നമ്മുടെ തൊണ്ടയിലൂടെ നമ്മൾ ഇടും. എന്നിട്ട് അതിലൂടെ ഓക്സിജൻ സപ്ലൈ ചെയ്യും ടു ലങ്സിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യും. അങ്ങനെ ഞാൻ ശ്വസിക്കും. അങ്ങനെ ശ്വസിക്കുമ്പോൾ എന്റെ ഓർഗൻസ് എല്ലാം നോർമലി വർക്കിംഗ് ആകും, കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യും. സോ എന്റെ ഹെൽത്ത് ഇംപ്രൂവ് ആകാൻ ചാൻസ് ഉണ്ട്. ഇതിനൊക്കെ വേണ്ടി നമ്മുടെ വെന്റിലേറ്റർ ആണ് അല്ലെ, വെന്റിലേറ്റർ മെഷീൻ ആണ് ഇതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ശ്വാസകോശ സംബന്ധമായിട്ട് എന്താ അസുഖങ്ങൾ വന്നാലും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എപ്പോ ഫീൽ ചെയ്താലും നമ്മൾ വെന്റിലേറ്റർ മെഷീനെയാണ് നമ്മൾ ആശ്രയിക്കുക. ഓക്കെ, അങ്ങനെ ആശ്രയിക്കേണ്ടി വരുന്ന കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതാണ് ഈ പറയുന്ന ഈ ആസ്മ, ARDS, COPD, ബ്രെയിൻ ഇഞ്ചുറി, കാർഡിയക് അറസ്റ്റ്, ന്യൂമോണിയ, സ്ട്രോക്ക്, ഡ്രഗ് ഓവർഡ്യൂസ്, ഇതൊക്കെ എല്ലാം എന്താണ് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുമാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഡ്രഗ് ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോധം ഉണ്ടാകുമോ? ഇല്ല, അൺകോൺഷ്യസ് ആയിരിക്കും. സോ ആ ടൈമിൽ നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ ആ കുറച്ച് കേസസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞത് കേട്ടോ. കുറച്ചെങ്കിലും മനസ്സിലായോ? എന്താ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കുറച്ചെങ്കിലും ഓക്കെ ആയി, മനസ്സിലായി? ഓക്കെ, മിക്കവാറും ഞാൻ ശ്വാസം മുട്ടി വീഴും. അത്രയും സ്ട്രെയിൻ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇനി എന്താണ്? ഇത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. 4 പേജേ ഉള്ളൂ, കഴിഞ്ഞു. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് എടുത്താൽ മതിയോ? എന്താ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? ഒരു പേജ് എടുക്കാം അല്ലേ? ഒരു പേജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഡ്യൂറിങ് സർജറി, നമുക്ക് സർജറി ചെയ്യുന്ന സമയം അല്ലെ, നമുക്കിപ്പോ ഒരു പേഷ്യന്റിന് സർജറി ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും അനസ്തേഷ്യ കൊടുത്തേ പറ്റും അല്ലെ. അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ഒരു പേഷ്യൻസിന് നമ്മൾ സർജറി കൊടുക്കുന്നത്, അല്ലെങ്കിൽ സർജറി ചെയ്യുന്നത്. ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന എല്ലാവരും അനസ്തേഷ്യ കൊടുത്തതിന് ശേഷമാണ് അല്ലെ. സോ ഈ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോ ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? പേഷ്യൻസിന്റെ ബോധം പോകും അല്ലെ, ഒരു ബോധം ഇല്ലാതിരിക്കുകയും. അപ്പോ മയക്കം വരും. യെസ്, മയക്കം വരും, ബോധം പോകുന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ മയക്കം വരും. അപ്പൊ ആ ഒരു ഉറക്കത്തിലായിരിക്കും. ആ ടൈമിൽ ചിലപ്പോൾ സപ്പോസ് മേ ബി ചില സം കേസസിൽ ഈ പറയുന്ന വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. എല്ലാ കേസസിലല്ല, സം കേസസിൽ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും കേട്ടോ. ഓക്കെ, സോ ആ ടൈമിൽ നമുക്ക് ഈ പറയുന്ന വെന്റിലേറ്റർ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഡ്യൂറിങ് സർജിക്കൽ പ്രൊസീജിയർ നമുക്ക് വെന്റിലേറ്റർ ആ ടൈമിൽ ആവശ്യമുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിലാണ് കേട്ടോ. This is due to some anesthesia drugs can make it difficult for the patient to breathe properly on his own. നമുക്ക് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ പറയുന്ന വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. അല്ലാതെ എല്ലാ അനസ്തീഷ്യ ചെയ്യുമ്പോൾ എല്ലാ പേഷ്യൻസിനും ഇതുപോലെ നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരില്ല അല്ലെ. നമുക്ക് പ്രഗ്നൻസിയിലാണെങ്കിൽ ചിലപ്പോൾ അനസ്തീഷ്യ ചെയ്യുന്നുണ്ടാകാം. സോ നമ്മൾ അപ്പം ബോധമില്ലാതാവാണ്, ഒരിക്കലും അല്ല അല്ലെ. സോ അപ്പൊ ചില സമയത്താണെങ്കിലും നമുക്ക് ചില കേസസ്, ചില പേഷ്യൻസിന്റെ കേസത്തിലാണ് കേട്ടോ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. അല്ലാത്തവരെ നോർമലി നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ചില സർജറി ടൈമില് നമുക്ക് വെന്റിലേറ്റർ ആവശ്യമാണ്.
With the surgery, the patient needs to be on a ventilator for a period as follows. During surgery, a ventilator can provisionally perform the breathing for the patient while he is under general anesthesia. Anesthesia the period normally ശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ during surgery പറയുന്ന ventilator provide ചെയ്യും. Okay, ആവശ്യമാണ്. Then recovering from surgery, a patient may occasionally require a ventilator to assist with the breathing for hours or longer following surgery. ഇപ്പോ സർജറി കഴിഞ്ഞ ആ ടൈമിൽ റിക്കവറി ചെയ്യുന്ന ടൈമിൽ ചിലപ്പോ പേഷ്യൻസിന് കുറച്ച് സമയത്തേക്ക് ഫോർ അവേഴ്സ് അല്ലെങ്കിൽ കുറച്ചധികം സമയത്തേക്ക് ചിലപ്പോ ഈ പറയുന്ന വെന്റിലേറ്റർ ആവശ്യം വന്നേക്കാം ശ്വസിക്കാൻ നമുക്ക് വെന്റിലേറ്റർ ഇല്ലാതെ ശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് മണിക്കൂറുകളും അല്ലെങ്കിൽ കുറച്ച് അധികം പീരീഡ്സ് ആവശ്യമായിട്ട് വന്നിരിക്കാം. ആ ടൈമിലും നമുക്ക് എന്താണ് ഈ വെന്റിലേറ്റർ ആവശ്യമാണ്. റിക്കവറി പേഷ്യൻസിന്റെ റിക്കവറി ടൈമില് ചില പേഷ്യൻസിന് ഒക്കേഷണലി എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും അല്ല, നോർമലി അല്ല, ഒക്കേഷണലി ആണ് സം പേഷ്യൻസിന് ഈ പറയുന്ന റിക്കവറി ടൈമില് അല്ലെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകളാകാം അല്ലെങ്കിൽ കുറച്ചധികം ദിവസങ്ങളാകാം ചിലപ്പോ ഈ പറയുന്ന വെന്റിലേറ്റർ ആവശ്യമായി വന്നേക്കാം. ഓക്കെ. Then a ventilator won't cure an illness. Ventilator രോഗത്തെ ക്യൂർ ചെയ്യുന്നില്ല, അതായത് രോഗത്തെ ഇല്ലാതാക്കുന്നില്ല, രോഗത്തെ മാറ്റി കൊടുക്കുന്നില്ല. എന്താ ചെയ്യുന്നത്? A ventilator's responsibility is to maintain the patient's breathing while the body battles an infection, a disease or heals from trauma. ഈ വെന്റിലേറ്റർ എന്താ ചെയ്യുന്നത്? അവർക്ക് ശ്വസിക്കാനുള്ള പേഷ്യൻസിനെ ശ്വസിക്കാൻ സഹായിക്കുന്നു, ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും ഇൻഫെക്ഷൻസോ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയില് എല്ലാ ഓർഗൻസ് ആയിക്കോട്ടെ എല്ലാം നമ്മുടെ അവയവങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഓക്സിജൻ ആവശ്യമാണ്. നമ്മൾ ശ്വസിച്ചേ പറ്റൂ അല്ലെ. ശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ഒരു വർക്കും ഒരു ഫംഗ്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കില്ല അല്ലെ. എന്തെങ്കിലും അസുഖം വന്നപ്പോൾ ശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഈ വെന്റിലേറ്റർ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്വയം ശ്വസിക്കാൻ പറ്റുന്നില്ല, ആ ടൈമിൽ വെന്റിലേറ്റർ സഹായത്തോടെ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ ആ ഓക്സിജനിലൂടെ നമ്മുടെ പല തരത്തിലുള്ള അസുഖങ്ങളും കുറയാനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ ഹെൽത്ത് കുറച്ച് ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ മരുന്നിലൂടെയൊക്കെ റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ വെന്റിലേറ്റർ എന്താ ചെയ്യുന്നത്? നമുക്ക് ഓക്സിജൻ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലാതെ അസുഖങ്ങളെ മാറ്റി കൊടുക്കുന്നില്ല. മനസ്സിലായോ? ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾക്ക് നമ്മുടെ ഹെൽത്ത് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആകുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇപ്പൊ എന്തെങ്കിലും അസുഖമാണ് ഹീൽ ചെയ്യാം, ഇൻഫെക്ഷൻസിനെതിരെ നമുക്ക് പോരാടാം, പോരാടുക അല്ലെ. നമ്മുടെ ബോഡി അതിനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. ആ ഓക്സിജൻ നമുക്ക് തന്നെ ശ്വസിക്കാൻ പറ്റത്തില്ല. എന്താ ചെയ്യണ്ടേ? വെന്റിലേറ്ററിന്റെ സഹായത്തോടെ നമ്മൾ ശ്വസിക്കേണ്ടി വരും. അപ്പൊ വെന്റിലേറ്റർ എന്താ ചെയ്യുന്നത്? ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നു, നമുക്ക് പേഷ്യൻസിന് ഈസിലി ശ്വസിക്കാൻ ഉള്ള സഹായങ്ങൾ ചെയ്യുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അല്ലാതെ വെന്റിലേറ്റർ ഇറ്റ്സ് നോട്ട് അല്ലെങ്കിൽ ക്യൂർ ഇൽനെസ്, രോഗത്തെ ഇല്ലാതാക്കുന്നില്ല. മനസ്സിലായോ? യെസ്, മനസ്സിലായി. Okay. Then how does a ventilator work? A medical ventilator employs pressure to extract carbon dioxide from your body and a pump oxygenated air into your airways. അതായത് പറയുന്ന വെന്റിലേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ചെയ്യുന്ന എന്താ? ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നു. ഈ പ്രവർത്തനം നടക്കാതെ ആകുമ്പോഴാണ് നമുക്ക് ശ്വസിക്കാൻ പറ്റാതെ ആകുന്നത് അല്ലെ. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്സിജൻ അകത്തോട്ട് വിടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ വെന്റിലേറ്റർ ചെയ്യുന്നത്. മനസ്സിലായോ? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓക്സിജൻ പുറത്തോട്ട് വിടുക, ഓക്സിജൻ നമ്മൾ ശ്വസിക്കുക, ഇൻഹേൽ ചെയ്യുക, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സേൽ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന അതിന്റെ വോക്കാണ് പറയുന്ന വെന്റിലേറ്റർ വോക്കാണ് കേട്ടോ. To pressure, exhale the carbon dioxide from your body and inhale the oxygen into your lungs. That's all. Okay. And your airways includes, right? നമുക്ക് നമ്മുടെ പറയുന്ന
ear, അല്ലെ എതിർക്കൂടിയൊക്കെയാണ് പോകുന്നത്. നോസ്, മൗത്ത്, throat, voice box, windpipe, lungs, tubes. ഇതിലൂടെയാണ് എന്ത് നമ്മുടെ എയർ പോകുന്ന വഴികളാണ്, എയർവേസ് ആണ് അല്ലെ. ഇപ്പൊ ഈ ത്രോട്ടിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കണ്ടോ, എന്തുവാണ്? ഫാനൽസ് അല്ലെ, ഫാനൽസ്. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാവരും മെഡിക്കൽ നെയിമാണ്. ത്രോട്ടിന്റെ മെഡിക്കൽ നെയിമാണ് ഫാനൽസ്, വോയിസ് ബോക്സിന്റെ മെഡിക്കൽ നെയിമാണ് ലാർനിക്സ്, മീൻസ് പൈപ്പിന്റെ ട്രക്കിയ, ലങ് ട്യൂബിന്റെ ബ്രോൺക്യൂ. ഓക്കെ, ഇതൊക്കെ മെഡിക്കൽ നെയിമാണ്. മെഡിക്കൽ നെയിം എല്ലാം പഠിക്കണം കേട്ടോ. മെഡിക്കൽ നെയിം ഒക്കെ പഠിച്ചു വെക്കാം. മെഡിക്കൽ നെയിമായിട്ട് തന്നെ പഠിക്കണം, മനസ്സിലായോ? അപ്പോ ഇതെല്ലാം എന്താണ്? എയർവേവ്സ് ആണ്. One of two methods for pushing oxygen into the lungs from a ventilator is either a breathing tube or a fitted mask. അതായത് നമുക്ക് ഓക്സിജൻസ് നമ്മുടെ ലങ്സിലേക്ക് ഓക്സിജൻസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ മാസ്കിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ട്യൂബിലൂടെ ആയിരിക്കും. ഓക്കെ, മാസ്കിലൂടെയോ ട്യൂബിലൂടെയോ ആയിരിക്കും നമുക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുക. അതായത് 2 methods ആണ്, ഒരെണ്ണം മാസ്കിലൂടെയും ഒരെണ്ണം ട്യൂബിലൂടെയും. ഓക്കെ, then being on a ventilator while the patient is conscious can be very uncomfortable, especially if the patient has a breathing tube down to the throat. While attached to the ventilator, they are unable to speak, eat or move about. അതായത് പേഷ്യൻസിന് നമ്മുടെ ട്യൂബ്, ത്രോട്ടിലേക്ക് ട്യൂബ് വിട്ട് ശ്വസിക്കുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ അല്ലെ. നമുക്ക് 2 രീതിയിൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യും അല്ലെ, വെന്റിലേറ്റർ സഹായത്തോടെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന 2 methods ഉണ്ട്. ഫിറ്റഡ് മാസ്ക് ത്രൂ മാസ്ക് ആൻഡ് ത്രൂ ബ്രീതിങ് ട്യൂബ്. അപ്പൊ അതിലൊരെണ്ണമാണ് ബ്രീതിങ് ട്യൂബ്. ട്യൂബ് നമ്മൾ ത്രോട്ടിലൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാം, അതായത് ലങ്സിനെ കണക്ട് ചെയ്ത് ത്രോട്ടിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അത് പേഷ്യൻസിന് അൺകംഫർട്ടബിൾ തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അൺകംഫർട്ടബിൾ ആയിരിക്കും പേഷ്യൻസ്. ആ ടൈമിൽ അവർക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പോലും പറ്റില്ല. സോ അതാണ് ഇവിടെ പറയുന്നത്, കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. അവർ കോൺഷ്യസ് ആയിരിക്കും, അവർക്ക് ആ ഒരു അൺകംഫർട്ടബിൾ തോന്നും. കാരണം അവർക്ക് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് unable to speak or eat or move about. അവർക്ക് അനങ്ങാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ മൂവ് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, ഓക്കെ, just wait a second. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ എല്ലാം മനസ്സിലായല്ലോ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പൈപ്പ് എന്താണ്? അതായത് നമ്മുടെ ഇത്രയും പോർഷൻ, അതിൽ മൂക്ക്, നോസിലൂടെ നമുക്ക് ശ്വസിക്കാൻ പറ്റും, പറ്റും. അതുപോലെ തന്നെ മൗത്ത്, ത്രോട്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു വോയിസ് ബോക്സ് ഉണ്ട്, നമ്മുടെ സൗണ്ട് വരുന്ന ഒരു ബോക്സ് ആണ്. പിന്നെ വോയിസ് ബോക്സ് അഥവാ ഗാർഡ്സ് എന്ന് പറയും. ഇത് ത്രോട്ടിനും ഈ പറയുന്ന വിൻഡ് പൈപ്പിനും നടുക്കാണുള്ളത് കേട്ടോ. സോ പിന്നെയുള്ളത് വിൻഡ് പൈപ്പാണ്. അതെന്താണ്? നമ്മൾ ശ്വസിക്കുന്നത് ആ ഒരു എന്താ പറയാ, നമ്മൾ ശ്വസനത്തിന്റെ ഒരു പൈപ്പ് മോഡലല്ലേ, അതിനെയാണ് വിൻഡ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലങ്സിന്റെ ആ ഒരു പൈപ്പിനെയാണ് വിൻഡ് പൈപ്പ് അഥവാ ട്രാക്കിയ എന്ന് പറയുന്നത് കേട്ടോ. ഓർഗൻ എല്ലാം നമ്മുടെ ബോഡിയിൽ ഉള്ളതാണ് കേട്ടോ. ലങ്സ് ട്യൂബ്, നെക്സ്റ്റ് ഉള്ളത് ലങ്സ് ട്യൂബ് ആണ്. ഓക്കെ, ശ്വാസകോശത്തിന് 2 ട്യൂബ്സ് ഉണ്ടല്ലോ, അതിനാണ് ലങ്സ് ട്യൂബ് എന്ന് പറയുന്നത് കേട്ടോ.
അപ്പൊ ഇതെല്ലാം ബോഡി ഓർഗൻസ് ആണ്, ഇതെല്ലാം എന്താണ് airways ആണ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? Yeah. Next, a patient or ventilator requires to get monitored for this. Okay, അതായത് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻസിന് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. ഇതിലേക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ഹാർട്ട് റേറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യുക, അവരുടെ ഹൃദയമിടിപ്പ് എങ്ങനെയൊക്കെയാണ്, അവരുടെ ബ്ലഡ് പ്രഷർ ലെവൽ എങ്ങനെയൊക്കെയാണ്, അതുപോലെ ബ്രീത്തിങ് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ് മീൻസ് ബ്രീത്തിങ് റേറ്റ് എങ്ങനെയാണ്, ഓക്സിജൻസ് അവരുടെ കറന്റ് ഓക്സിജൻസ് ലെവൽസ് എങ്ങനെയാണ്. So also need regular chest x-rays or scans. അതുപോലെ chest ചെയ്തെടുക്കണം, അതുപോലെ scans നമ്മൾ ചെയ്യണം. Then additionally blood test may be required to determine the blood's oxygen carbon dioxide levels. അതായത് നമ്മള് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യണം അല്ലെ. അവരുടെ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് അവരുടെ ഹൃദയമിടിപ്പ് എങ്ങനെയാണ്, ബ്ലഡ് പ്രഷേഴ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ബ്രീത്തിങ് ലെവൽ, ഓക്സിജൻസ് എത്രത്തോളം ഓക്സിജൻസ് ആ ഒരു ലെവൽസ്, ഒരു എക്സസൈസ് എടുക്കണം ചെസ്റ്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻസ് എങ്ങനെയാണ്, സ്കാൻസ് ആണെങ്കിൽ അല്ലെ ശ്വാസകോശത്തിന്റെ കണ്ടീഷൻസ് എല്ലാം നോക്കണം. അപ്പൊ എക്സസൈസ് ആണെങ്കിലും സ്കാൻസ് ആണെങ്കിലും ആവശ്യമാണ്. അതുപോലെ തന്നെ ബ്ലഡിലെ ഓക്സിജൻ ലെവലും കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസും അറിയണമെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. സോ അത് ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് വെന്റിലേറ്ററിലുള്ള പേഷ്യൻസിന് നമ്മൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. ഓക്കെ. Then what are the benefits of mechanical ventilation? The patient mechanical ventilation benefits എന്തൊക്കെയാണ് എന്നാണ്. The patient doesn't have to exert as much effort to breathe. അതായത് പേഷ്യന്റിന് ഒരുപാട് എഫേർട്ട് എടുത്ത് ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതൊരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, കാരണം ഓൾറെഡി വെന്റിലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ശ്വസിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് പേഷ്യൻസിന് ഒരുപാട് എഫേർട്ട് എടുത്ത് ശ്വസിക്കേണ്ട ആവശ്യം വരുന്നില്ല. Okay, then the patient's breathing is likely to become normal. Patient's breathing normal ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, become normal. Okay, then helps the patients receive as much as oxygen as well he or she requires. അവനോ അവൾക്കോ അല്ലെങ്കിൽ പേഷ്യൻസിന് ആവശ്യമായ ഓക്സിജൻസ് റിസീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പേഷ്യൻസിന് ആവശ്യമായ ഓക്സിജൻ കൊടുക്കാൻ നമുക്ക് ഈ പറയുന്ന വെന്റിലേഷൻ മെഷീനെ കൊണ്ട് സഹായിക്കും. അതൊരു benefits ആണ്. Then maintains a stable airway and permits medications to work and the body to make better. നമുക്ക് ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എയർവേ കൊടുക്കാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബോഡിയുടെ അല്ലെ കുറച്ചുകൂടെ ബോഡി ബെറ്റർ ആകാനുള്ള ചാൻസും നമുക്ക് ഇവിടെ ഉണ്ടാകും അല്ലെ. ചാൻസ് ഉണ്ടാകും. പെർമിറ്റ്സ് മെഡിക്കേഷൻസ് ടു വർക്ക് ആൻഡ് ദ ബോഡി ടു മേക്ക് ബെറ്റർ. ബോഡിയും ബോഡിയുടെ പ്രവർത്തനങ്ങളും കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കാനുള്ള ചാൻസ് പറയുന്ന വെന്റിലേറ്റർ മെഷീൻ കൊണ്ട് സാധിക്കും. ഇതൊക്കെയാണ് വെന്റിലേറ്റർ മെഷീനിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പേഷ്യൻസിന് ഒരുപാട് എഫോർട്ട് ശ്വസിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് നോർമലി ബ്രീത്തിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാനുള്ള അങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ബോഡി വർക്ക് ചെയ്യാൻ കുറച്ച് ബെറ്റർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ മെഷീൻസ് വെന്റിലേറ്റർ മെഷീൻസ് കിടക്കുന്ന പേഷ്യൻസിന് അവിടെ കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളാണ്, ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? കുറെ നേരം ആയിപ്പോ. 1 hour 8 minutes ആയി. കുഴപ്പമൊന്നുമില്ലല്ലോ. Then risk of being on a ventilator. വെന്റിലേറ്റർ കിടക്കുന്നവർക്ക് റിസ്ക് ഉണ്ട്. എന്തൊക്കെയാണെന്ന് കേട്ടോ. ലൈഫ് ക്യാൻ ബി സേവ്ഡ് ബൈ എ വെന്റിലേറ്റർ. നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വെന്റിലേറ്റർ കിടക്കുമ്പോൾ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. Nevertheless, അത് മാത്രമല്ല, ലൈക്ക് അതർ treatments, ventilators can cause future side effects. This is more common if the patient is on a ventilator for a prolonged period. ഒരുപാട് നാൾ വെന്റിലേറ്റർ കിടക്കുകയാണെങ്കിൽ ആ പേഷ്യൻസിന് അതിൻ്റെതായ സൈഡ് എഫക്ട്സും വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണ് എന്നാണ്. First one is infection. Infection വരാൻ ചാൻസ് ഉണ്ട്. One of the main risk being on a ventilator with a breathing tube is infection.
fluids and mucus develop in throat and windpipe can permit germs to pile up on the breathing tube. These germs can then move into the lungs. This can increase the risk of developing pneumonia. Sinus infection are also usual with a breathing tube. അതായത് നമ്മള് വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻസിന് നമ്മൾ പറഞ്ഞു ത്രോട്ടിലൂടെ ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് ശ്വസിക്കാനുള്ള സഹായം ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അങ്ങനെ ആ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ട്യൂബിലൂടെ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഫ്ലൂയിഡ്സ് വരും, ഫ്ലൂയിഡ്സും മ്യൂക്കസും നിറഞ്ഞ് ആ ത്രോട്ടില് ഡെവലപ്പ് ആകും അല്ലെ. കുറച്ച് ദ്രാവകങ്ങൾ അതുപോലെ തന്നെ ഒക്കെ ഡെവലപ്പ് ആകാനുള്ള ചാൻസ് വരും. അതുപോലെ തന്നെ ഈ പറയുന്ന വെന്റ് പൈപ്പില് ജേംസ് വരാനുള്ള ചാൻസ് വരും. അതുവഴി ന്യൂമോണിയ ആകാനും സൈനസ് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട്. ഓക്കെ, അപ്പൊ ട്യൂബിലൂടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട് കേട്ടോ. ഇറിറ്റേഷൻ ആണ്. The breathing tube can tap against the irritate the throat or lungs. It can also make it hard to cough. അതായത് ഈ പറയുന്ന ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പേഷ്യൻസിന് കുറച്ചധികം ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ അവർക്ക് ചുമയ്ക്കാനോ ഒന്നും പറ്റില്ല, കുറച്ചിട്ട് ഹാർഡായിട്ട് ചുമയ്ക്കാൻ പറ്റില്ല. അതുപോലെ ത്രോട്ടിലാണെങ്കിലും ലങ്സിനാണെങ്കിലും ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് ഈ ട്യൂബ് കാരണം ഉണ്ടാകാറുണ്ട് കേട്ടോ. Then vocal cord issues. A breathing tube goes through the voice box, which consists of vocal cords. This is why the patient can speak when we on a ventilator. The breathing tube can harm the voice box. അതായത് ഈ ട്യൂബ് ഇടുന്ന വഴി നമുക്ക് സംസാരിക്കാനുള്ള ശേഷിയും സംസാരിക്കാൻ പറ്റാതെയും വരുന്ന ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് വോയിസ് ബോക്സിലൂടെയാണ്, കാരണം ട്യൂബ് കിടക്കുന്നത് അറിയാലോ, ഞാൻ പറഞ്ഞു ഈ പറയുന്ന വിൻഡ് പൈപ്പിന്റെയും ത്രോട്ടിന്റെയും നടക്ക് വരുന്നതാണ് ഈ പറയുന്ന വോയിസ് ബോക്സ്. അതിലൂടെയാണ് നമുക്ക് വോക്കൽ സൗണ്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൽ പ്രശ്നങ്ങൾ വരാനും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. Then pulmonary edema. The air sacs in the lungs can get filled up with a film. അതായത് ഇപ്പൊ നമുക്ക് പൾമണറി എന്ന് പറയുന്നതും ഈ പറയുന്ന ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് കേട്ടോ. നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതും ലങ്സില് ഇപ്പൊ ഈ പറയുന്ന filled up with fin. Fin എന്താണ്? The fin just wait a second. ഓക്കെ, ഞാനങ്ങും പോയതല്ല കേട്ടോ, കുറച്ച് വെള്ളം കുടിക്കാൻ പോയതാണ്, പെട്ടെന്ന് ചുമ വന്ന പോലെ തോന്നി. ഓക്കെ, കുറച്ചധികം നേരമായല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ റിസ്ക് ആണ് അല്ലെ ഈ പറയുന്ന നമുക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, നമുക്ക്
നമ്മുടെ ശ്വാസകോശ ലൈൻസിൽ കുറച്ച് പിൻസ് വന്ന് ഫില്ലാവാനുള്ള ചാൻസ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. ആ ഒരു ഇറിറ്റേഷൻസ് വരും. അതുപോലെ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് കൂടുതൽ കേട്ടോ. ലൈങ് ഇൻ ദ സെയിം പൊസിഷൻ ഫോർ എ ലോങ് ടൈം ക്യാൻ എൻഹാൻസ് ദ റിസ്ക് ഓഫ് ബ്ലഡ് ക്ലോട്ട്സ്. നമ്മൾ സെയിം പൊസിഷനിൽ ഒരുപാട് സമയം കിടക്കുകയാണെങ്കിലും നമുക്ക് ബ്ലഡ് അല്ലെ ബ്ലഡ് ക്ലോട്ട്സ് വരാൻ, രക്തം കട്ട പിടിക്കാനും സർക്കുലേഷൻ നടക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും റിസ്ക് ആണ് നമുക്ക് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ഉണ്ടാവുന്നത് കേട്ടോ. ഇൻഫെക്ഷൻസ് വരുന്നു, ഇറിറ്റേഷൻസ് വരുന്നു, വോക്കൽ കോഡ് ഇഷ്യൂസ് വരുന്നു, ബ്ലഡ് ക്ലോട്ട്സ് ആകുന്നു, പൾമണറി എഡിമ വരുന്നു. ഇതൊക്കെ എന്താണ്? റിസ്ക് ആണ്. അതുപോലെ തന്നെയാണ് sedation related dementia. This can be resulted by the sedative and many other medications provided to an individual who is on a ventilator with the breathing tube. അതായത് നമുക്ക് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ്, ബ്രീത്തിങ് ട്യൂബ് ആയിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ഈ പറയുന്ന സെഡേറ്റീവ് പ്രോബ്ലംസും അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസും വരാനുള്ള ചാൻസ് ഉണ്ട്. Then fluid overload. This can be caused by continuous infusions, drug toxicity and renal failure. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫ്ലൂയിഡ്സ് വരാനുള്ള ചാൻസും കൂടെ ഉണ്ട്. നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് ഒരുപാട് പറയുന്ന മരുന്നുകളാണെങ്കിലും എല്ലാം നമുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ അതിൽ കണ്ടിന്യൂസ് നമ്മൾ അനങ്ങാതെ കിടക്കാണ്. സോ അങ്ങനെ നീരുകൾ അല്ലെ, നീര് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്ലൂയിഡ്സ് ശരീരത്തിൽ ജലാംശങ്ങൾ കൂടാനുള്ള ചാൻസ് അതിലുണ്ട് കേട്ടോ. Lung injury. A ventilator can cause lung damage. This can occur for several reasons. Lung damage വരാനുള്ള ചാൻസ് കൂടി ഉണ്ട്. അത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. നമ്മുടെ ലങ്സിൽ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രഷേഴ്സ് ആണ്. എയർ പ്രഷേഴ്സ് അതിൽ നോർമൽ ലിമിറ്റിൽ കൂടുതൽ എയർ പ്രഷേഴ്സ് വരുമ്പോൾ നമ്മുടെ ലങ്സ്, ശ്വാസകോശം ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. Then air seep into the space between the lungs and the chest wall. If we പറയുന്ന air seep into the space between the lungs and chest wall. നമ്മുടെ ലങ്സിന്റെ ചെസ്റ്റിലും ഇപ്പൊ പറയുന്ന ലങ്സിലും ഇടയിലുള്ള ഒരു എയർ സീപ്പ്, അതിന്റെ ഒരു മെഡിക്കൽ നെയിമാണ് ന്യൂമോത്രാക്സ്. ഓക്കെ, ഒരു മെഡിക്കൽ നെയിമാണ് കേട്ടോ, അത് പഠിച്ചു വെക്കണേ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ഇപ്പോ ഇത്രയും ഓക്സിജൻസ്, ഒരുപാട് ലിമിറ്റിൽ കൂടുതൽ ഓക്സിജൻസ് വരുമ്പോൾ ഈ പറയുന്ന പ്രോബ്ലംസ് നമ്മുടെ ലങ്സിന് വരും അല്ലെ. എയർ പ്രഷേഴ്സ് വരുമ്പോൾ പ്രോബ്ലംസ് വരുന്നത്. അതുപോലെ ആ ഒരു സ്പേസ് അല്ലെ, സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ്, ആ ഒരു സ്പേസിന് പറയുന്ന പേരാണ് കേട്ടോ ന്യൂമോത്രാക്സ്. അവിടെയും ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. Then oxygen toxicity, too much oxygen in the lungs. ഒരുപാട് ഓക്സിജൻസ് നമ്മുടെ ലങ്സിൽ വന്നാലും ഈ പറയുന്ന ഡാമേജ് വരാനും ചാൻസ് ഉണ്ട് അല്ലെ. അമിതമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഒരുപാട് ഓക്സിജൻസ് വന്നാലും നമുക്ക് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതും കൂടി ഉള്ളൂട്ടോ, കഴിഞ്ഞു, പെട്ടെന്ന് എടുക്കാം കേട്ടോ. Who attends to the patient on a mechanical ventilator? പേഷ്യൻസിനെ വെന്റിലേറ്റർ കിടക്കുമ്പോൾ ആരാണ് അറ്റൻഡ് ചെയ്യുന്നത്? The patients who are mechanically ventilated, care provides like a physician, anesthetist, pulmonary specialist, physiotherapist or respiratory therapist and nurses are liable to take care of them. ആരൊക്കെയാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യുന്നത്? ആരൊക്കെയാണ്? ഫിസിഷ്യൻസ് ആണ്, അനസ്തീസിസ്റ്റ് ആണ്, പൾമണറി സ്പെഷ്യലിസ്റ്റ് ആണ്, then ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. ഇവരൊക്കെ എല്ലാവരും പറയുന്ന വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. Okay, then the administration must make sure ഏതൊക്കെയാണ്? The preventive maintenance of equipment to be done periodically. അതായത് നമ്മള് എക്യുപ്മെന്റിന്റെ ഉപകരണത്തിന്റെ എല്ലാനും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അത് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഓരോ പീരിയോഡിക്കലി ഓരോ പർട്ടിക്കുലർ ടൈമിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. Then obtainably of well-trained staff in care of patients in the future. അതായത് ഇപ്പോഴെങ്കിലും കഴിയുന്ന പോലെ തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് വെൽ ട്രെയിൻഡ് ആയ സ്റ്റാഫ്സ് പേഷ്യൻസിനെ ടേക്ക് ചെയ്യണം. സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യണം. വെന്റിലേറ്റർ പേഷ്യൻസിനുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യണം. Sufficient resource should be available. എല്ലാ സോഴ്സസും പറയുന്ന പേഷ്യൻസിന് എല്ലാ സോഴ്സസും അവിടെ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വെന്റിലേറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.
പെട്ടെന്ന് കഴിഞ്ഞു, കാരണം 4 പേജ് ഉണ്ടായപ്പോൾ നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയത് കേട്ടോ. സ്പീഡ് ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ല? റെസ്പോണ്ട് ചെയ്യൂ. മനസ്സിലായോ? ഒരുപാട് സമയം എടുത്തു, കാരണം ഞാൻ അത് പകുതി കിട്ടുപോയി കഴിഞ്ഞാല് പിന്നീട് ഞാൻ വന്ന് പറയേണ്ടി വരും അല്ലെ. അത് കണ്ടിന്യൂ ചെയ്തു ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് അതങ്ങോട്ട് തീർത്തത്. ഓക്കെ, അപ്പൊ വെന്റിലേറ്റർ എന്താണെന്നും വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻസ് എങ്ങനെയൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, അവർക്ക് എന്തൊക്കെ അൺകംഫർട്ടബിൾ ഒക്കെ ഫീൽ ചെയ്യുമല്ലോ, അപ്പൊ അവിടെ വരുന്ന റിസ്ക് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ നമ്മള് ക്ലാസ്സിൽ ഈ പറയുന്ന വെന്റിലേറ്റർ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്? നന്നായിട്ട് വായിച്ചോ കേട്ടോ. വായിക്കുമ്പോ എല്ലാം കുറച്ചുകൂടെ ക്ലിയർ ആവും. പെട്ടെന്ന് ക്ലാസ് കേട്ടതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കും. മനസ്സിലായോ? താങ്ക് യു വരിക. കാരണം എനിക്ക് മിക്കവാറും വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. ഓക്കെ, കാരണം ഒരുപാട് സ്ട്രെയിൻ എടുത്തു. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ലോ നമ്മൾ ഈ വായിച്ച് ഇത് പറയുമ്പോ നന്നായിട്ട് സ്ട്രെയിൻ വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ശ്വാസം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഭയങ്കര സ്ട്രെയിൻ വരുന്നുണ്ട്. എന്നാലും ഞാനത് കണ്ടിന്യൂ ചെയ്താണ്, കാരണം മിസ് ലീവാണ്. സോ ക്ലാസ് എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാണ്. കണ്ടിന്യൂ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്ന് സ്വയം ഒന്ന് വോയിസ് ഓൺ ചെയ്യാനോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നിർത്തിയല്ലോ പറഞ്ഞത്. വോയിസ് ഓൺ ചെയ്യാം. ലാസ്റ്റ് അടുത്ത ഒന്നുകൂടി പറയാം. എന്നോട് പറയണോ? മൈ ഗോഡ്, ലാസ്റ്റ് എടുത്തത് ആരൊക്കെ പേഷ്യൻസിനെ, ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ ആരൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നാണ് കേട്ടോ. അത് ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന സ്പെഷ്യലിസ്റ്റ് എല്ലാവരും അവരെ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അവർ മേക്ക് ഷുവർ അവർക്ക് ഉറപ്പുവരുത്തണം. ആ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം വെന്റിലേറ്ററിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എന്നുള്ള 4 പോയിന്റാണ് പറഞ്ഞത്. അവരുടെ എക്യുപ്മെന്റ്സ്, ആ റൂമിലുള്ള വെന്റിലേറ്റർ എക്യുപ്മെന്റ്സ് എല്ലാം ഓക്കെയാണോ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റാഫ്, വെൽ ട്രെയിൻ സ്റ്റാഫ് അവിടെ പേഷ്യൻസിനെ കെയർ ചെയ്യണം. അതുപോലെ തന്നെ വെന്റിലേറ്റർ പേഷ്യൻസിനെ സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ തന്നെ ഫോളോ ചെയ്യണം. സഫിഷ്യന്റ് റിസോഴ്സ് അല്ല, ആ പേഷ്യൻസിന് എന്നുള്ള എല്ലാ കാര്യങ്ങളും സഫിഷ്യന്റ് ആണെന്ന് ഉറപ്പുവരുത്തും. അപ്പൊ ഇതെല്ലാം എന്താണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്, എക്സ്ഷോർ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും തരത്തിലുള്ള രോഗത്തെ കുറിച്ചിട്ടോ ഏതെങ്കിലും മെഡിക്കൽ ടീമിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കൂട്ടോ. പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ കുറെ പേര് ക്ലാസ്സിൽ മനസ്സിലായവരുണ്ട്, അവരും കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും, നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയും കൂടി ഒന്ന് പഠിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ആയിരുന്നു ക്ലാസ്? നാളെ മോക്ക് ടെസ്റ്റ് 10 ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ? അപ്പൊ മോക്ക് ടെസ്റ്റ് മേ ബി ഉണ്ടാവാൻ ചാൻസ് നോക്കട്ടെ കേട്ടോ. 10ഓ 5ഓ കറക്റ്റായിട്ട് പൊതുവെ 5 ക്വസ്റ്റ്യൻസ് ആണ് മോക്ക് ടെസ്റ്റ് വരുന്നത്. പോർഷൻസ് കുറച്ച് കൂടുതൽ എടുത്തില്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഒരു 10 തന്നാലല്ലേ ഞങ്ങൾക്ക് പഠിക്കാൻ. ഓക്കെ, നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ 10 മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, വരെ യൂഷ്വലി നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ്, കാരണം 1 hour ക്ലാസ്സിൽ 5 ക്വസ്റ്റ്യൻസ് മതി. ഹലോ മാം, ഞാൻ ചോദിച്ചത് നെറ്റ് ഇടയ്ക്ക് 2 മണിയായപ്പോ കട്ടായി പോയി, പിന്നെ ഒന്നും കിട്ടിയില്ല. ഒരുപാട് ചാപ്റ്റർ ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല. അത് ഞാൻ ഒന്നുകൂടെ വീണ്ടും നെറ്റ് ചാർജ് ചെയ്താൽ വീണ്ടും കയറിയത്. അവിടെ ഒന്നും മനസ്സിലായില്ല. അതാണ് ഞാൻ ക്ലിയർ ചെയ്ത് ചോദിച്ചു, ഒന്നുകൂടെ പറഞ്ഞു തരാമോ എന്ന്. അല്ലാതെ ഡിസ്റ്റർബൻസ് ആയിട്ട് പറഞ്ഞതല്ല. അയ്യോ, ഡിസ്റ്റർബൻസ് ആയില്ല കേട്ടോ. പക്ഷെ എനിക്കത് പറയുന്നതിന്റെ ബുദ്ധിമുട്ടുകളല്ല, പക്ഷെ നല്ലോണം എഫേർട്ട് വരുന്നുണ്ട് കേട്ടോ. അത്രയും പോർഷൻസ് വായിച്ച് ഒന്നുകൂടി ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പിന്നെയും പറഞ്ഞു തരാറുണ്ട്. ഇല്ലേ? ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അല്ല, എനിക്ക് നെറ്റ് കട്ടായി പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്. ഫുൾ അങ്ങ് പോയി. ആ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് ജനറേഷൻ ഫുള്ളും അങ്ങ് പോയി. പിന്നെയാണ് ലാസ്റ്റ് ഇതായപ്പോഴാണ് കിട്ടിയത്. അപ്പൊ ഒന്നും അങ്ങോട്ട് ഇതായില്ല. ഞാൻ ചോദിച്ചൊന്ന് പറഞ്ഞുതരാൻ പറഞ്ഞത്. എനിക്കത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് 10 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ എന്താണ്, ഇനിയിപ്പോ എന്റെ മോഡ്യൂൾ 1 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി. എന്റെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ മോഡ്യൂൾ 2 പോവാട്ടോ. ഓക്കെ, അപ്പൊ നന്നായിട്ട് ടെക്സ്റ്റ് ഒക്കെ വായിച്ചു നോക്കാം. അറിയാത്ത പോർഷൻസോ എന്തെങ്കിലും വേർഡോ ഏതെങ്കിലും തരത്തിലുള്ള വേർഡോ അല്ലെങ്കിൽ മെഡിക്കൽ നെയിമോ എന്താണെങ്കിലും സ്വന്തമായിട്ട് സെർച്ച് ചെയ്ത്
എഴുതി വെക്കാം കേട്ടോ. അങ്ങനെയെങ്കിലും പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഉള്ളു പറയാൻ. ഇത്രയും നേരം എന്നെ സഹിച്ചെങ്കിൽ താങ്ക് യു. ഓക്കെ, താങ്ക് യു. Okay, so thank you all. See you on next class. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.